بسم الله الرحمن الرحيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. അല്ലാഹുവിങ്കലേക്ക് ക്ഷണിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും തീർച്ചയായും ഞാൻ മുസ്ലിങ്ങളുടെ കൂട്ടത്തിലാകുന്നു എന്നു പറയുകയും ചെയ്തവനേക്കാൾ വിശിഷ്ടമായ വാക്ക് പറയുന്ന മറ്റാരുണ്ട്? السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും സൂക്ഷിച്ച് പാലിച്ച് ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു തആല നമ്മളിൽ നിന്ന് ഇതൊരു സ്വാലിഹായ കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിലും ഇതുപോലെ ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖും ഭാഗ്യവും നമുക്ക് നൽകുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ പള്ളിയോട് കാണിക്കേണ്ട അദബുകൾ, മര്യാദകൾ, അതാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ നാം മനസ്സിലാക്കി വരുന്നത്. ആ പള്ളിയിലേക്ക് പോകുന്നതും പള്ളിയിലെത്തി നമസ്കാരം പ്രതീക്ഷിച്ചിരിക്കുന്നതും എല്ലാം അള്ളാഹുവിൻ്റെ പരലോകത്ത് ഒരുപാട് സൽക്കർമ്മങ്ങളുടെ മുതൽക്കൂട്ടാക്കി മാറ്റാൻ ഒരു വിശ്വാസിക്ക് സാധിക്കുന്നതാണ്. ആ നിയ്യത്തോടു കൂടിയായിരിക്കണം അള്ളാഹുവിൻ്റെ പള്ളിയുമായി നാം ബന്ധം സ്ഥാപിക്കേണ്ടത്.
ഏത് സമയത്തും അള്ളാഹുവിൻ്റെ പള്ളിയോടുള്ള ഒരടുപ്പം ഒരു വിശ്വാസി അവൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമായി കൊണ്ട് നടക്കുകയാണ്. ആ പള്ളി മലിനമാകുന്നതോ ആ പള്ളിയിൽ ഏതെങ്കിലും നിലക്കുള്ള അഴുക്കുകൾ എത്തുന്നതോ വളരെ ഗൗരവത്തോടുകൂടി അത് കാണുകയും അള്ളാഹുവിൻ്റെ പള്ളി ഏറ്റവും വൃത്തിയുള്ള ഒരു കേന്ദ്രമായിക്കൊണ്ട് നമസ്കരിക്കാനും ഖുർആൻ പാരായണം ചെയ്യാനും ദീന് പഠിക്കാനും വരുന്ന ആളുകൾക്ക് ആ നിലക്കുള്ള എല്ലാ സൗകര്യങ്ങൾക്കും ഉതകുന്ന രീതിയിൽ നമ്മുടേതായ പരിധിയിലും നമ്മുടേതായ എല്ലാ നിലക്കും നമ്മുടേതായ ബന്ധത്തിലുള്ള പള്ളികൾ ഒരു വിശ്വാസി അതിനെ വൃത്തിയോടുകൂടി കാത്തു സൂക്ഷിക്കുന്നതാണ്. അള്ളാഹുവിൻ്റെ പരലോകത്ത് വലിയ പുണ്യമായിട്ടാണ്, നല്ല നന്മ ലഭിക്കുന്ന കൂലി കിട്ടുന്ന കാര്യമായിട്ടാണ് ഇസ്ലാമിക പ്രമാണങ്ങൾ അള്ളാഹുവിൻ്റെ പള്ളിയെ വൃത്തിയോടുകൂടി സൂക്ഷിക്കുന്ന ഒരു വിശ്വാസിക്ക് നൽകുന്ന ആ ഒരു കാര്യത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ പള്ളി ആ വൃത്തിയോടുകൂടി നാം മനസ്സിലാക്കിയല്ലോ. റബ്ബിൻ്റെ വിരുന്ന് സൽക്കാരത്തിന് പോവുകയാണ് ആ പള്ളിയിലേക്ക് പോകുന്ന ഒരു വിശ്വാസി. എത്രത്തോളം വൃത്തിയിലും വെടുപ്പിലും പോകാൻ കഴിയുന്നുവോ അത്രത്തോളം വൃത്തിയിൽ വേണം നമ്മൾ അള്ളാഹുവിൻ്റെ പള്ളിയിലേക്ക് എത്താൻ. അതോടൊപ്പം തന്നെ നാം പോയി എത്തുന്ന പടച്ച റബ്ബിൻ്റെ ഭവനം ഏറ്റവും വൃത്തിയുള്ളതായിട്ട് നാം കാണാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മുടെ കാരണങ്ങൾ കൊണ്ട് ആ പള്ളി ഒരിക്കലും വൃത്തികേടാകാൻ പാടില്ല. നമ്മുടെ നാടുകളിലൊക്കെ, അതുപോലെ ഖേദകരമെന്ന് പറയട്ടെ, വിദേശികളായ ആളുകൾ ഈ രാജ്യത്തും മറ്റുള്ള നാടുകളിലുമൊക്കെ വിദേശികൾ ഉപയോഗിക്കുന്ന പള്ളിയും ഈ സൗദി അറേബ്യയിൽ തന്നെ സ്വദേശികൾ സ്ഥിരമായി നമസ്കരിച്ച് തിരിച്ചു പോകുന്ന പള്ളിയും രണ്ടും വളരെ പെട്ടെന്ന് വേർപിരിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് വൃത്തിയുടെ വിഷയത്തിൽ. ഏതോ നമ്മുടേതായ രാജ്യമല്ല ഇത്, നമ്മുടെ പ്രദേശമല്ല ഇത്, ജോലിക്ക് വന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ രാജ്യത്തുള്ള ഈ നാട്ടിലെ പള്ളിയിലേക്ക് നാം നമസ്കരിച്ച് തിരിച്ചു പോകുമ്പോൾ നമ്മൾക്ക് യാതൊരു പ്രയാസമോ ഒന്നും തോന്നുന്നില്ല. പള്ളിയിൽ എന്തെങ്കിലും ഒന്ന് മ്ലേച്ഛമായിട്ട് കണ്ടാൽ അത് പുറത്തെടുക്കാൻ, അത് പുറത്തറിയാൻ നമ്മൾ തയ്യാറാകുന്നില്ല. ഇതെൻ്റെ നാടല്ലല്ലോ, എൻ്റെ പള്ളിയല്ലല്ലോ, എൻ്റെ മഹല്ലല്ലോ എന്നതാണ് നമ്മൾ ചിന്തിക്കുന്നത്, അല്ലേ? യാത്രാവേളകളിൽ, അതുപോലെ തന്നെ വിദേശികൾ കൂടുതൽ താമസിക്കുന്ന അത്തരം പ്രദേശങ്ങളിൽ പ്രിയപ്പെട്ടവരെ പറയാതിരിക്കാൻ വയ്യ. റബ്ബിൻ്റെ പള്ളി അത് വൃത്തിയോടുകൂടി കാത്തു സൂക്ഷിക്കുന്നില്ല എന്ന് മാത്രമല്ല, നമ്മൾ പലപ്പോഴും ആ പള്ളിയെ വൃത്തികേടായി കാണാനും നമ്മളും ആ നിലക്ക് പലതും ചെയ്യുകയാണ്. ഇമാം ഖുത്ബ പറഞ്ഞുകൊണ്ടിരിക്കെ ഖുത്ബ മിണ്ടാതെ അനങ്ങാതെ ശ്രദ്ധിച്ച് കേട്ട് ആ ഖുത്ബയിലൂടെ ഇമാം എന്ത് പറയുന്നുവെന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട ശ്രോതാക്കൾ പലപ്പോഴും നമ്മുടെ നാടിലും ഇവിടെയും കാണാൻ കഴിയുന്നത് ആ സമയത്താ ശരീരത്തിലെ താൻ മുറിക്കാതെ വെച്ച തൻ്റെ നഖങ്ങൾ കടിച്ച് മുറിച്ചിടുന്നത് പള്ളിയിലേക്ക്. ശരീരം ഇമാം ഖുത്ബ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്തൊക്കെയാണ് ഒരു അനങ്ങാതെ മിണ്ടാതെ ശ്രദ്ധിച്ചിരിക്കാൻ ഈ മനുഷ്യന് സാധിക്കുന്നില്ല എന്ന് മാത്രമല്ല, ആ സമയത്ത് ആ ശരീരമാകെ മാന്തിപ്പൊളിച്ച് നമ്മുടെ ശരീരത്തിലെ വൃത്തികേടുകളൊക്കെ അള്ളാഹുവിൻ്റെ പള്ളിയിലേക്ക് ഇടുന്നു. മുടിയും താടിരോമങ്ങളും അതുപോലെ തന്നെ തൊലിപ്പുറങ്ങളിൽ മാന്തി അതൊക്കെ പടച്ചറബിൻ്റെ പള്ളിയിലേക്ക് ഇടുന്ന ആളുകളുണ്ട്. എന്ത് വലിയ തെറ്റാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മുടേതല്ലാത്ത എന്തും വൃത്തികേടായി കിടക്കുന്നത് എന്തും അള്ളാഹുവിൻ്റെ പള്ളിയിൽ കണ്ടാൽ അത് പുറത്തേക്കെറിയേണ്ട നാം തന്നെയാണ്, അഥവാ വിശ്വാസികളെന്ന് പറയുന്ന നമ്മൾ തന്നെയാണ് പ്രിയപ്പെട്ടവരെ പടച്ചറബിൻ്റെ പള്ളിയെ മലിനമാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഗൗരവത്തോടു കൂടിയാണ് എൻ്റെ സഹോദരന്മാരെ സഹോദരിമാരെ ഇത് കേൾപ്പിക്കുന്നത്. എവിടെയാ നമ്മുടെ വീട് വൃത്തികേടായി കിടക്കാൻ നമ്മൾക്ക് താല്പര്യമില്ല.
നമ്മുടെ വീട് ഒരു സമയത്തും വൃത്തിയില്ലാത്തൊരവസ്ഥ ഒരാൾക്കും ഇഷ്ടപ്പെടുന്നില്ല. പക്ഷെ എന്തുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഭൂമി ലോകത്ത് പടച്ച റബ്ബിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അള്ളാഹുവിൻ്റെ ഭവനം നാം കാരണത്താൽ എങ്ങനെ വൃത്തികേടാകുന്നു? സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും ഈ വിഷയം വളരെ ഗൗരവത്തോടു കൂടി ശ്രദ്ധിക്കേണ്ടതാണ്. എൻ്റെ രാജ്യമല്ലല്ലോ, എൻ്റെ നാടല്ലല്ലോ, എൻ്റെ മഹല്ലല്ലോ, ഇതൊരു മറ്റൊരു നാടല്ലേ എന്ന രീതിയിൽ ഇവിടെ ജോലിക്ക് ഇന്ന ആളുകളുണ്ടല്ലോ ശമ്പളത്തിന്, അവർ തന്നെ വരട്ടെ ഇത് വൃത്തിയാക്കാൻ എന്ന ഒരു നിലപാടിലല്ല നമ്മൾ എത്തേണ്ടത്. അള്ളാഹിൻ്റെ അടുക്കൽ കൂലി കിട്ടുന്ന ഒരു പുണ്യകർമ്മമാണിത്. അള്ളാഹുവിൻ്റെ ഇഷ്ടം കിട്ടുന്ന ഒരു സൽക്കർമ്മമാണിത്. ഇതൊക്കെ ചെയ്യുന്ന ആളുകളും സമ്പത്ത് കൊണ്ടും അധികാരം കൊണ്ടും കഴിവ് കൊണ്ടുമൊക്കെ ഉന്നതിയിൽ നിൽക്കുന്ന ആളുകളും ആരും കാണാതെ അറിയാതെ കേൾക്കാതെ ഈ നിലക്ക് പടച്ച റബ്ബിൻ്റെ പള്ളിയെ ആ നിലക്ക് തഅ്ലീം ചെയ്യുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും പള്ളിയെ വൃത്തിയോടുകൂടി കാത്തു സൂക്ഷിക്കുന്ന ആളുകളും ഉണ്ട് എന്നത് മറന്നുകൊണ്ടല്ല സംസാരിക്കുന്നത്. പക്ഷെ നമ്മൾക്കും ആ താല്പര്യം വേണം. അള്ളാഹുവിൻ്റെ പ്രത്യേക തണൽ ലഭിക്കുന്നവരിൽ അല്ലേ പള്ളിയുമായി നിരന്തരം ബന്ധപ്പെടുന്നവർ ആരാണവർ? അഷദ്ദുൽ ഹുബ്ബി ലഹ, ആ പള്ളിയോട് അങ്ങേയറ്റത്തെ ഇഷ്ടം കാണിക്കുന്ന ആളുകളാണ്. അവിടെ നടക്കുന്ന ജമാഅത്തിൽ കാർക്കശ്യ സ്വഭാവം പുലർത്തുന്നവരാ. ഇത് രണ്ടും നമ്മൾക്കുണ്ടാകണം. അള്ളാൻ്റെ പള്ളി ഞാൻ കാണുന്ന രീതിയിൽ, എൻ്റെ പള്ളി ഞാൻ നമസ്കരിക്കുന്ന പള്ളി അത് വൃത്തിയോടുകൂടിയായിരിക്കണം. അവിടെ ഒന്നും പറ്റാൻ പാടില്ല. എൻ്റെ വീടിനേക്കാളും എൻ്റെ കമ്പനിയേക്കാളും എൻ്റെ എല്ലാത്തിനേക്കാളും എനിക്ക് വലുതെൻ്റെ റബ്ബിൻ്റെ ഭവനമാണ് എന്ന ബോധം നമ്മളും നമ്മുടെ മക്കളും എല്ലാവരും പ്രിയപ്പെട്ടവരെ ആ ബോധത്തിലായിരിക്കണം വളരേണ്ടത്. അള്ളാഹു ആ നിലക്കുള്ള ഒരു മനസ്സ് നമ്മൾക്ക് നൽകുമാറാകട്ടെ. ഇതാണ് ഇന്നെൻ്റെ സഹോദരങ്ങളോട് എനിക്ക് ഒന്നാമതായിട്ട് സൂചിപ്പിക്കാനുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ നാം പറഞ്ഞവസാനിപ്പിച്ചത് നമസ്കാരത്തിലേക്ക് നിൽക്കുന്ന സ്വഫ് അതിൻ്റെ പൂർത്തീകരണമായിരുന്നു. സ്വഫുകൾ, അണികൾ അത് ചേർന്ന് നിൽക്കണം, സ്വഫിൽ തിങ്ങി നിൽക്കണം. സ്വഫുകൾക്കിടയിൽ വിടവുകൾ ഉണ്ടാകാൻ പാടില്ല. ഒരു സ്വഫിലും ആ നിലയ്ക്ക് വിടവുകൾ ഉണ്ടാകരുത്. വിടവുകൾ കാണുമ്പോൾ അതിലേക്ക് കയറി നിന്ന വിടവുകൾ നികത്താൻ സാധിക്കണം. അതാണൊരു വിശ്വാസി. ആ നിലക്ക് അണിയണിയായി നിന്ന് പള്ളിയിൽ ജമാഅത്ത് ആരംഭിക്കുമ്പോൾ നമുക്കറിയാം അള്ളാഹുവിൻ്റെ ഖുർആനിൽ ഏറ്റവും അറിവുള്ളവനാണ് ഇമാമത്തായിട്ട് നിൽക്കേണ്ടത്. അത് കഴിഞ്ഞാൽ സമന്മാരാണെങ്കിൽ സൂറത്തുകളുടെ സുന്നത്തിലും ഏറ്റവും കൂടുതൽ നൈപുണ്യം ആർക്കാണോ അദ്ദേഹമായിരിക്കണം ഇമാമത്ത് നിൽക്കേണ്ടത്. ഖുർആനും സുന്നത്തും ദീനീ ബോധവുമുള്ള അറിവുള്ള പണ്ഡിതന്മാരായിരിക്കണം മിഹ്റാബിൽ ഇമാമിൻ്റെ സ്ഥാനത്ത് നിൽക്കേണ്ടത് എന്നതാണ് ചുരുക്കി പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ആ നിലയിലേക്കായിരിക്കണം നമ്മളും ഏത് നമസ്കാരത്തിലും ആ അറിവുള്ളവർ തന്നെയാണ് ഇമാമത്ത് നിൽക്കേണ്ടത്. ഇന്ന നമസ്കാരത്തിന് ഇന്ന വ്യക്തികളെന്നില്ല. ഇമാമത്തിന് ഏറ്റവും അർഹതയുള്ളത് അള്ളാഹുവിൻ്റെ കിതാബ്, അഅലമുഹും ലി കിതാബില്ല, അള്ളാഹിൻ്റെ കിതാബ് ഏറ്റവും കൂടുതൽ അറിയുന്ന പണ്ഡിതരായിരിക്കട്ടെ ഇമാമത്തിൻ്റെ സ്ഥാനത്തിലേക്ക് എത്തേണ്ടത്. ഖുർആൻ അറിയുന്നവർ, ദീൻ അറിയുന്നവർ, ഹദീസ് അറിയുന്നവർ, അവരാണ് ഇമാമത്തിന് അർഹരായിട്ടുള്ളത്. ഇമാമും ജമാഅത്ത് മഅ്മൂമിങ്ങളുമായി നമസ്കരിക്കുന്ന സമയത്ത് നാം ശ്രദ്ധിക്കേണ്ടത് അതെവിടെയാകട്ടെ, പള്ളികളിലാകട്ടെ, മറ്റുള്ള യാത്രാവേളകളിൽ ജമാഅത്തായി നമസ്കരിക്കുന്ന മറ്റുള്ള സന്ദർഭങ്ങളിലാകട്ടെ, എവിടെയാണെങ്കിലും ഇന്നമാ ജുഇലൽ ഇമാം ലിയുതമ്മ ബി, ഇമാം നിശ്ചയിക്കപ്പെട്ടത് അദ്ദേഹത്തെ പിന്തുടരാൻ വേണ്ടിയിട്ടാണ്. ഇമാമിനെ പിന്തുടരാനാണ് ഇമാമിനെ നിശ്ചയിച്ചത്. ആ ഇമാമിനെ പിന്തുടരുന്ന കർമ്മമാണ് നമ്മൾ ചെയ്യേണ്ടത്, മഅ്മൂമിങ്ങൾ ചെയ്യേണ്ടത്. ഒരിക്കലും ഇമാമിനോടൊപ്പം പോകാനോ ഇമാമിനെ മുൻകടക്കാനോ പാടില്ല. ഇമാമിനെ പിന്തുടരുകയാണ് മഅ്മൂമിൻ്റെ ബാധ്യത. എന്താണ് പിന്തുടരുന്നത് പറഞ്ഞാൽ, ഇമാം തക്ബീറത്തുൽ ഇഹ്റാം കെട്ടിയതിന് ശേഷം മഅ്മൂമികൾ തക്ബീറത്തുൽ ഇഹ്റാം ചെയ്യണം. അല്ലാഹു അക്ബർ പറഞ്ഞു കഴിഞ്ഞാൽ മഅ്മൂമുകൾ തുടങ്ങണം. പലപ്പോഴും സംഭവിക്കുന്നത് പ്രായമുള്ള ഇമാമാണെങ്കിൽ, അതല്ല ഏത് ഇമാമാണെങ്കിലും, ഇമാമിനേക്കാൾ മുൻകടക്കുന്ന ആളുകളെ പിന്നിൽ മഅ്മൂമുകളായി നമസ്കരിക്കുന്നവരിൽ കാണാൻ കഴിയുന്നു. ഗുരുതരമായ പാപമായിട്ടാണ്
റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വിഷയം പഠിപ്പിക്കുന്നത് ഇമാമിനെ മുൻകടക്കുന്ന മഅ്മൂമുകൾ ഒരിക്കലും പാടില്ല സഹോദരങ്ങളെ. ഇമാം റുക്കൂഇലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആ നൃത്തത്തിൽ നിന്ന് മഅ്മൂമുകൾ റുക്കൂഇലേക്ക് പോകണം. ഇമാം റുക്കൂഇൽ നിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഇഅ്തിദാലിലെത്തിയാൽ മഅ്മൂമുകൾ ഇഅ്തിദാലിലേക്ക് ഉയരണം. ഇമാം സുജൂദിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇമാമിൻ്റെ നെറ്റിത്തടം നിലത്ത് തട്ടിയാൽ ഇഅ്തിദാലിൽ നിന്ന് മഅ്മൂമുകൾ സുജൂദിലേക്ക് പോകണം. പലപ്പോഴും സംഭവിക്കുന്നത് എന്താ? കൈകെട്ടുമ്പോൾ ഇമാമിനേക്കാൾ മുമ്പേ കൈകെട്ടുന്ന ആളുകളുണ്ട്, ഇമാമിനേക്കാൾ മുമ്പേ റുക്കൂഇലേക്ക് പോകുന്നവരുണ്ട്, ഇമാമിനേക്കാൾ മുമ്പേ സുജൂദിലെത്തുന്ന ആളുകളുണ്ട്. ഇമാം സലാം വിട്ടുന്നതിന് മുമ്പ് സലാം വിട്ട് ഇമാമിനെ കാത്തു നിൽക്കുന്ന ആളുകളുണ്ട്. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിൻ്റെ ഗൗരവത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നു. وعن أبي هريرة رضي الله عنه عن النبي صلى الله عليه وسلم قال أما يخشى الذي يرفع رأسه قبل الإمام أن يحول الله رأسه رأس حمار أو يجعل الله صورته صورة حمار. എന്താ റസൂലുള്ളാഹി പറയുന്നത്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അമ്മാ യഖ്ശല്ലദി യർഫഉ റഅസഹു ഖബ്ലൽ ഇമാം, ഇമാമിനേക്കാൾ മുമ്പേ നമസ്കാരത്തിൽ തല ഉയർത്തുന്ന മനുഷ്യൻ പേടിച്ചു കൊള്ളട്ടെ, ഭയപ്പെടട്ടെ. അയ്യുഹവ്വിലല്ലാഹു റഅസ, അവൻ്റെ തലയെ അല്ലാഹ് മാറ്റുന്നത് റഅസ ഹിമാരിൻ, ഒരു കഴുതയുടെ തലയാക്കുന്നത് അവൻ ഭയപ്പെട്ട് കൊള്ളട്ടെ. ഔ യജഅലല്ലാഹു സൂറതഹു സൂറത ഹിമാരിൻ, അവൻ്റെ രൂപത്തെ അവൻ്റെ കോലത്തെ ഒരു കഴുതയുടെ രൂപമാക്കി മാറ്റുന്നത് അവന് പേടിച്ചു കൊള്ളട്ടെ. ആരാണ് ഈ ഗുരുതരമായ തെറ്റിനർഹരായ വ്യക്തികൾ? ഇമാമിനേക്കാൾ നമസ്കാരത്തിൽ ഇമാമിനെ മുൻകടക്കുന്ന ആളുകളാണവർ, അല്ലേ? ഏത് പള്ളിയിലാണ് ഇത് കാണാത്തത്? നമ്മുടെ അറിവിൻ്റെ കുറവ് കൊണ്ട്, നമ്മുടെ ശ്രദ്ധയുടെ കുറവ് കൊണ്ട് ഇമാമിനേക്കാൾ മുൻകടക്കുന്നവരല്ലേ പ്രിയപ്പെട്ടവരെ നമ്മളിൽ പലരും. നാം ചെയ്യുന്നു, നമ്മളുമായി ബന്ധപ്പെടുന്നവർ ചെയ്യുന്നു, കൂട്ടുകാരെയോ കുടുംബക്കാരെയോ നാട്ടുകാരെയോ തിരുത്താനുള്ള അറിവ് നമ്മൾക്കില്ലാത്തത് കൊണ്ട് പലപ്പോഴും പള്ളിയിൽ നമസ്കരിക്കുന്ന സിംഹഭാഗവും ഇമാമിനെ മുൻകടക്കുന്ന രീതിയിലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. റസൂലുള്ളാഹി പറയാ, അമ്മാ യഖ്ശ അഹദുക്കും, ഒരാൾ പേടിച്ചു കൊള്ളട്ടെ, അവൻ്റെ തല കഴുതയുടെ തലയാക്കി മാറ്റുന്നത്, കഴുതത്തലയായി മാറുന്നത്, അവൻ്റെ രൂപം കഴുതയുടെ രൂപമായിട്ട് മാറുന്നത്. എത്രയോ ഹദീസുകളിൽ വേറെയും കാണാം. അവർക്ക് പേടിയില്ലേ, അവർക്ക് ഭയമില്ലേ ഇമാമിനേക്കാൾ മുന്നിലേക്കെത്താൻ? എന്നിട്ട് പറയുന്നു, അങ്ങനെ അവർ മാറിക്കഴിഞ്ഞാൽ അവൻ്റെ തലയെ അല്ലാഹ് കഴുതത്തലയാക്കി മാറ്റും, അവൻ്റെ രൂപത്തെ അല്ലാഹ് കഴുതയുടെ രൂപമാക്കി മാറ്റുന്നത് അവർ പേടിക്കുന്നില്ലേ? അത്ര നികൃഷ്ടമായ, അത്ര വൃത്തികെട്ട ഒരു തെറ്റായിട്ട അല്ലാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വിഷയത്തെ പഠിപ്പിക്കുന്നത്. എന്നിട്ട് അവിടുന്ന് പറയുന്നു, ജനങ്ങളെ, ഇന്നമാ ജുഇലൽ ഇമാമു ലിയുതമ്മ ബിഹി, ഇമാമിനെ നിശ്ചയിക്കപ്പെട്ടത്, ഇമാം മുന്നിൽ നിൽക്കുന്നത് നിങ്ങൾ അദ്ദേഹത്തെ പിന്തുടരാനാണ്. ഫഇദാ റകഅ ഫർകഉ, ഇമാം റുക്കൂഇലെത്തിയാൽ നിങ്ങൾ റുക്കൂഇലേക്ക് പോകണം. വഇദാ റഫഅ, ഇമാം റുക്കൂഇൽ നിന്ന് ഉയർന്നാൽ, ഉയരുമ്പോൾ നിങ്ങളും ഉയരണമെന്നല്ല, ഇമാം റുക്കൂഇലേക്ക് പോകുമ്പോൾ നിങ്ങളും പോകണമെന്നല്ല, ഇമാം റുക്കൂഇലേക്ക് എത്തിയാൽ നിങ്ങൾ റുക്കൂഇലേക്ക് പോകണം. വഇദാ റഫഅ ഫർഫഉ, ഇമാം റുക്കൂഇൽ നിന്ന് ഉയർന്നെഴുന്നേറ്റ് കഴിഞ്ഞാൽ നിങ്ങളും ഉയരണം. വഇദാ സ്വല്ലാ ജാലിസൻ ഫസല്ലു ജുലൂസ, ഇമാം ഇരുന്ന് നമസ്കരിക്കുമ്പോൾ നിങ്ങളും ഇരുന്ന് നമസ്കരിക്കണം. ഇമാം ബുഖാരിയും ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹിയും ഉദ്ധരിക്കുന്ന ഹദീസാണിത്. ഏതുവരെ? നമസ്കാരത്തിലേക്ക് നാം നിന്നു, ഇമാം പ്രാരംഭ പ്രാർത്ഥന കഴിഞ്ഞു, ഇമാം ഫാത്തിഹ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ മഅ്മൂമിൻ്റെ ബാധ്യത ഇമാമിൻ്റെ പിന്നാലെ ഫാത്തിഹ ഓതലാണ് മഅ്മൂമുകൾ ചെയ്യേണ്ടത്. ഇമാം ഫാത്തിഹ ഓതുമ്പോൾ പിന്നിൽ മഅ്മൂമുകളും ഫാത്തിഹ ഓതണം. ഇമാമിനെ മുൻകടക്കാൻ പാടില്ല ഒരൽപ്പം പിന്നിലായിക്കൊണ്ട്. കാരണം നമസ്കാരത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഇമാം ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ മഅ്മൂമിൻ്റെ ബാധ്യത മിണ്ടാതിരിക്കലാണ്. ഖുർആൻ കേൾക്കുന്ന സമയത്ത് ശ്രദ്ധിച്ച് കേൾക്കലാണ് മഅ്മൂമിൻ്റെ ബാധ്യത.
അതുകൊണ്ട് തന്നെ ഇമാം ഫാത്തിഹ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ഇമാമിനെ മുൻകടക്കാതെ ഒരൽപ്പം പിന്നിലായിക്കൊണ്ട് മഅ്മൂമുകളും ഫാത്തിഹ ഓതുകയാണ്. എന്നിട്ട് റസൂലുള്ളാഹി പറയുന്നു, ഇദാ അമ്മനൽ ഇമാമു ഫഅമ്മിനു ഫഇന്നഹു മൻ വാഫഖ തഅ്മീനൽ മലായിക ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ഇമാം ബുഖാരിയും മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസ, നസായി ഉദ്ധരിക്കുന്ന ഹദീസ. ഇമാം വലല്ലാലീൻ എന്ന് പറഞ്ഞു. ആ സമയത്ത് ഇമാം വലല്ലാലീൻ എന്ന് പറയുമ്പോഴത്തേക്ക് പിന്നിൽ നിന്ന് ആമീനിൻ്റെ ശബ്ദമാണ് പലപ്പോഴും പള്ളികളിൽ നിന്ന് കേൾക്കുന്നത്. റസൂലുള്ളാഹി പറയാ, ഇദാ അമ്മനൽ ഇമാം, ഇമാം ആമീൻ പറഞ്ഞു കഴിഞ്ഞാൽ ഫഅമ്മിനു, നിങ്ങളും ആമീൻ പറയണം. ഇവിടെ വ്യത്യസ്ത ഹദീസുകൾ വരുന്നു. ഒരു ഹദീസിൽ കാണാം ഇമാം വലല്ലാലീൻ പറഞ്ഞാൽ നിങ്ങൾ ആമീൻ പറയണേ. ഈ ഹദീസിൽ കാണുന്നു ഇമാം ആമീൻ പറഞ്ഞാൽ നിങ്ങൾ ആമീൻ പറയണേ. ഹദീസുകളെ മുഴുവനും ഹദീസിൻ്റെ മുഹദ്ദിസീങ്ങൾ ജംഅ് ചെയ്തുകൊണ്ട് പഠിപ്പിക്കുന്നു. ഇമാം ആമീൻ പറയുന്നത് തുടങ്ങുമ്പോൾ ഇമാമിനോടൊപ്പമാണ് മഅ്മൂമുകളും ആമീൻ പറയേണ്ടത്. ഇമാമിൻ്റെ മുമ്പിലല്ല, ഇമാം ആമീൻ പറഞ്ഞു കഴിഞ്ഞിട്ടുമല്ല, മറിച്ച് ഇമാം വലല്ലാലീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞു, ഇമാം ആമീൻ എന്ന് തുടങ്ങുമ്പോൾ ഇമാമിൻ്റെ കൂടെയാണ് മഅ്മൂമുകളും ആമീൻ പറയേണ്ടത്. മുൻകടക്കരുത്, പിന്നിലേക്ക് എത്തുകയും അരുത്. ഇമാമിൻ്റെ കൂടെ പറയുകയാണെങ്കിൽ അങ്ങനെ ഇമാമും മഅ്മൂമും ആമീൻ പറയുന്നു. അങ്ങനെ നമ്മുടെ ആമീനും ആ സമയത്ത് മലക്കുകളും ആമീൻ പറയും. അങ്ങനെ ആ നമസ്കരിക്കുന്നവരുടെയും അള്ളാഹുവിൻ്റെ മലക്കുകളുടെയും ആമീൻ ഒരുമിച്ചാവുകയാണെങ്കിൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവൻ ചെയ്ത തെറ്റുകളൊക്കെ അവന് പൊറുക്കപ്പെടുകയാണ്. അള്ളാഹിൻ്റെ പള്ളിയിലേക്ക് എത്തുമ്പോൾ, റബ്ബിൻ്റെ പള്ളിയുമായി ബന്ധപ്പെട്ട് ജീവിക്കുമ്പോൾ ഒരു മനുഷ്യന് വിശ്വാസിക്ക് ലഭിക്കുന്ന കൂലിയാണിത്. പ്രിയപ്പെട്ടവരെ, ഇതാണ് നാം നഷ്ടപ്പെടുത്തുന്നത്. അതുകൊണ്ട് നമസ്കരിക്കുമ്പോൾ വളരെ ഗൗരവത്തോടു കൂടി ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണിത്. നാം അത് സാധാരണ പല വാഴകളും കേട്ട് തട്ടിവിടുന്നത് പോലെയല്ല. നമ്മുടെ നിത്യജീവിതത്തിലെ കർമ്മങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഗൗരവമേറിയത്, നാളെ റബ്ബിൻ്റെ കോടതിയിൽ നമസ്കാരത്തെക്കുറിച്ച കർമ്മങ്ങളെക്കുറിച്ച് ചോദിക്കുമ്പോൾ ആദ്യമായി ചോദിക്കുന്നത് നമസ്കാരത്തിൻ്റെ വിഷയം. രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ, വിജയിച്ചു കഴിഞ്ഞാൽ അവൻ്റെ പിന്നീടുള്ള വിചാരണ എളുപ്പമായി കഴിഞ്ഞു. നമസ്കാരം പരാജയപ്പെട്ടാൽ വരാനിരിക്കുന്നത് മുഴുവനും അവന് ദുരന്തം തന്നെയാണ്. അതുകൊണ്ട് ചെയ്യുന്ന നമസ്കാരം നമ്മൾ അത് വളരെ വൃത്തിയിലും ഭംഗിയിലും ആ ഗാംഭീര്യത്തിലും പ്രിയപ്പെട്ടവരെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ചെയ്യാൻ ശ്രദ്ധിക്കണം. അഥവാ പറഞ്ഞു വരുന്നത്, ഇമാമിൻ്റെ കൂടെ നമസ്കരിക്കുമ്പോൾ ഒരു കാരണവശാലും ഇമാമിനെ മുൻകടക്കാൻ പാടില്ല. അതുകൊണ്ട് ഫാത്തിഹ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ആമീൻ എന്നതിൽ പോലും വലല്ലാലീൻ എന്ന് പറയുമ്പോഴത്തേക്ക് ആമീൻ പറഞ്ഞ് ഇമാമിനെ മുൻകടക്കുന്ന ഒരു സ്വഭാവം നമ്മളിൽ ഉണ്ടാകരുത് എന്ന് പ്രമാണങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. മാത്രമല്ല, ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വിഷയം അങ്ങ് പഠിപ്പിച്ചു സ്വഹാബത്തിന്. ഇമാമിനെ നിങ്ങൾ മുൻകടക്കരുത് എന്ന് വിഷയം പഠിപ്പിച്ചപ്പോൾ ഞാനിങ്ങനെ കാണുകയാണ്, ഇന്നഹും കാനൂ യുസല്ലൂന ഖൽഫ റസൂലില്ലാഹ്, സ്വഹാബത്ത് റസൂലുള്ളാഹിയുടെ പിന്നിൽ നമസ്കരിക്കുമ്പോൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ റുക്കൂഇൽ നിന്ന് ഇഅ്തിദാലിലേക്ക് ഉയർന്നു കഴിഞ്ഞിട്ട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ സുജൂദിലേക്ക് പോയി കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നെറ്റിത്തടം സുജൂദിൽ തട്ടിയാൽ, നെറ്റിത്തടം സുജൂദിൽ ആ മണ്ണിൽ തട്ടിയാലായിരുന്നു അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഹാബത്ത് ഇഅ്തിദാലിൽ നിന്ന് സുജൂദിലേക്ക് പോകുന്നത്. എപ്പോഴാണ് നമ്മൾ സുജൂദിലേക്ക് പോകേണ്ടത്? ഇമാം ഇഅ്തിദാലിൽ നിന്ന് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് ഇമാം സുജൂദിലേക്ക് പോയി ഇമാമിൻ്റെ നെറ്റിത്തടം നിലത്ത് തട്ടുമ്പോഴാണ് ഇഅ്തിദാലിൽ നിന്ന് നാം സുജൂദിലേക്ക് പോകാൻ ആരംഭിക്കേണ്ടത്. ഇന്നോ മഅ്മൂമിൻ്റെ കാൽമുട്ടുകളുടെ ശബ്ദം എത്രയോ പിന്നിൽ കേൾക്കും, അല്ലേ? ഇമാമിനേക്കാൾ മുൻകടക്കുന്നു സുജൂദിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. പ്രത്യേകിച്ച് വാർദ്ധക്യം ബാധിച്ചപ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, സ്വഹാബത്തെ, യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, സ്വഹാബത്തെ, എനിക്ക് പ്രായമെത്തിപ്പോയിട്ടുണ്ട്, എനിക്ക് വാർദ്ധക്യം ബാധിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളിൽ ഒരാളും എന്നെ മുൻകടക്കാൻ പാടില്ല. എനിക്ക് വാർദ്ധക്യമുണ്ട്,
ഞാൻ വളരെ മെല്ലെയാണ് റുക്കൂഇലേക്കും സുജൂദിലേക്കും എത്തുക. അതുകൊണ്ട് നിങ്ങൾ എന്നേക്കാൾ ആരോഗ്യമുള്ളവർ, എന്നേക്കാൾ കഴിവും ആരോഗ്യവുമുണ്ടെന്ന് കരുതിയിട്ട് ഇമാമാകുന്ന എന്നെ നിങ്ങൾ ഒരിക്കലും മുൻകടക്കാൻ പാടില്ല. അതുകൊണ്ട് റുക്കൂഇലും സുജൂദിലും അടക്കം നിങ്ങൾ എന്നെ മുൻകടക്കരുത് എന്ന് അല്ലാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു താക്കീതെന്നോണം അവരെ പഠിപ്പിക്കുന്നു. പണ്ഡിതന്മാർ പറയുന്നു, അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പല പള്ളികളിലും പല നിലക്കുള്ള ഇമാമുകളും ഉണ്ടാകും അല്ലേ? അതുകൊണ്ട് ഇമാമിന് പ്രായം കൊണ്ടല്ലേ, ഇമാം എത്താഞ്ഞിട്ടല്ലേ ഞാൻ മുൻകടന്നു പോയത് എന്നതല്ല. ഇമാമിനെത്ര പ്രായം ബാധിച്ചാലും മഅ്മൂമിൻ്റെ ബാധ്യത ഇമാമിനെ പിന്തുടരലാണ്. ആ ഇമാമിനെ മുൻകടക്കുന്ന സ്വഭാവം ഒരിക്കലും മഅ്മൂമുകൾക്കുണ്ടാകാൻ പാടില്ല. അത് വളരെ ഗൗരവത്തോടു കൂടി തന്നെ നമ്മൾ ആ വിഷയം കാണണം. ഇഷ്ടംപോലെ ഞാനിത് ആവർത്തിച്ച് പറയുന്നത്, എത്ര പറഞ്ഞാലും അതറിയാത്തത് കൊണ്ടോ അറിഞ്ഞിട്ട് ചെയ്യാത്തത് കൊണ്ടോ ഇവിടെയും നമ്മുടെ നാടുകളിലുമൊക്കെ നമ്മുടെ ആളുകളുടെ കൂട്ടത്തിൽ വളരെയധികം ഈ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകളെ കാണാം. പ്രത്യേകിച്ച് മഅ്മൂമിന് പരിചയമുള്ളൊരു സൂറത്തായി ഇമാം ഓതുന്നതെങ്കിൽ അല്ലേ, ഫാത്തിഹ കഴിഞ്ഞ് ചെറിയ സൂറത്തുകൾ ഇമാമിന് ഓതുന്ന സൂറത്ത് മഅ്മൂമിനെങ്ങാനും അറിയുന്നുവെങ്കിൽ, നമ്മുടെ നാട്ടും പുറത്തൊക്കെ കാണാം ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് ഇമാം ഓതുമ്പോൾ അല്ലേ, പിന്നിലുള്ള ചില പ്രായമുള്ള ആളുകളൊക്കെ കെട്ടിയ കൈയിൽ നിന്ന് വലത്തേ കൈ താഴെ വെക്കും അല്ലേ. അല്ലാഹു സമദ് പറയുമ്പോൾ ഇടത്തേ കൈയും താഴെ വെക്കും. ഇമാമെങ്ങാനും മഅ്മൂമിന് പരിചയമില്ലാത്ത സൂറത്ത് തന്നെ ഓതുകയാണെന്ന് കൂട്ടിക്കോ, ഏതെങ്കിലും ഒരായത്ത് അത് അവസാനിപ്പിക്കുമ്പോൾ ഒരല്പം ദീർഘിപ്പിച്ചിട്ടാണ് അവസാനിപ്പിക്കുന്നതെങ്കിൽ മഅ്മൂം ഉറപ്പിക്കുക ഇപ്പം റുക്കൂ പോകും, ഒക്കെ റെഡിയായി കിടക്കുക അല്ലെ, അവർ റെഡിയായി കിടക്കും. ഇമാം അടുത്ത ആയത്തിലോകുമ്പോഴാണ് പിന്നെ ഇതെങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതെന്നറിയാതെ തലചൊറിയാനും ശരീരം ചൊറിയാനും ആ കൈ കൊണ്ട് ഉപയോഗിക്കുന്നത്. എന്തും മനുഷ്യനാ പ്രിയപ്പെട്ടവരെ. ഇതൊക്കെ നമ്മുടെ നാടുകളിൽ നമ്മുടേതായ ആളുകൾ, സുഹൃത്തുക്കൾ നമസ്കരിക്കുമ്പോൾ കണ്ടുവരുന്ന പ്രവർത്തനങ്ങളായത് അല്ലേ. നമ്മൾ ഏത് സൂറത്ത് ഇമാം ഓതിയാലും നമ്മുടെ ബാധ്യത എന്താ? കൈകെട്ടുക. ഇമാം ഫാത്തിഹ കഴിയട്ടെ, ഇമാമിനോടൊപ്പം ആമീൻ പറയണം. ഇമാം സൂറത്തുകൾ ഓതുമ്പോൾ മൗനം പാലിക്കണം. ഇമാം റുക്കൂഇലേക്ക് എത്തിയാൽ നമ്മൾ റുക്കൂഇലേക്ക് പോകണം. ഇനി നമ്മളത് മറക്കാൻ പാടില്ല. അതോടൊപ്പം സാന്ദർഭികമായി സൂചിപ്പിക്കുന്നതാണ്, മുൻകടക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ ചില ആളുകളുണ്ട്, വസ്വാസ് തീരാത്ത ആളുകൾ അല്ലേ. ഇമാമ് പോയിട്ട് കാമണിക്കൂർ കഴിഞ്ഞിട്ട് റുക്കൂലേക്ക് വരുന്ന ആൾക്കാരുണ്ട്. എത്ര ഇമാമ് മെല്ലെ ഓതിയാലും ആ വ്യക്തിയുടെ വസ്വാസ് തീരൂല. അപ്പുറത്തവൻ്റെയും ഇപ്പുറത്തവൻ്റെയും നിസ്കാരത്തെ പ്രയാസപ്പെടുത്തി അല്ലേ. ചില ആളുകളൊക്കെ നമ്മൾ തന്നെ കാണുന്നില്ലേ, 4-5 വട്ടം കൈകെട്ടാൻ നോക്കും ആൾക്കാർ. അല്ലാ അല്ലാ അത് കൈയിളക്കി, എന്താ തീരുന്നില്ല. അപ്പുറത്തവൻ കേൾക്കും, ഇവൻ്റെ മനസ്സിൽ കരുതേണ്ട നീയത്ത് അപ്പുറത്തവൻ കേൾക്കും. അങ്ങനെ 4-5 വട്ടം കൈകെട്ടാൻ. ഇമാം റുക്കൂഇലേക്ക് എത്തിയാലും പിന്നിൽ വരുന്നു, റുക്കൂഇൽ നിന്ന് ഇമാം എഴുന്നേറ്റാലും പിന്നിൽ വരുന്നു. നമസ്കാരം മുഴുവനും വളരെ പിന്തിപ്പിക്കുന്ന ആളുകൾ. ഇതും പാടില്ല, ശൈത്താനിയത്താണത്. അത്തരമുള്ള ആളുകളും നമ്മുടെ കൂട്ടത്തിലുണ്ട്. ആളുകൾ പള്ളികളിൽ സാധാ കാണാറുമുണ്ട് അല്ലേ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പല നിലക്കും ഈ നമ്മൾ ക്ലാസ് എടുക്കുന്ന ഈസാ മസ്ജിദിൽ വെച്ച് തന്നെ ഇവിടുത്തെ ഇമാം പറയാറുണ്ട്, ഇന്ന വിഷയങ്ങൾ നിങ്ങൾ വിദേശികളുടെ കൂട്ടത്തിൽ കാണുന്നുണ്ട്. എൻ്റെ കൂടെ നമസ്കരിക്കുന്നു, ഇമാമിൻ്റെ കൂടെ നമസ്കരിക്കുന്നു, വെറുതെ നമസ്കാരം കഴിഞ്ഞാൽ പിന്നീട് സുജൂദുകൾ ചെയ്യുന്ന ആളുകൾ, അതേപോലെ പിന്നീട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്ന ആളുകൾ. പറയണം, ശ്രദ്ധിക്കണം എന്ന രീതിയിൽ പലതവണ പ്രിയപ്പെട്ടവരെ, വിദേശികളുടെ നമസ്കാരം, ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല, അറിവ് കുറവ് കൊണ്ട് നമസ്കാരം പോലും പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല, അറിവിൻ്റെ പരിമിതി കൊണ്ട്. എന്നാലോ ഇവിടെ സൗദി അറേബ്യയിൽ നമസ്കാരത്തിൻ്റെ രൂപങ്ങളും നമസ്കാരത്തിൻ്റെ രീതികളും അതിൻ്റെ വാജിബാത്തുകളും സുന്നത്തുകളും അതിൻ്റെ ഷർത്തും എല്ലാം പഠിപ്പിക്കുന്ന എത്രയോ കുതൈബാത്തുകൾ, ചെറിയ കൊച്ചു പുസ്തകങ്ങൾ സൗജന്യമായി ലഭിക്കുന്നു. അതിൻ്റെ സീഡുകൾ ലഭിക്കുന്നു. കാണത്തക്ക രീതിയിൽ പഠിക്കാൻ സംവിധാനങ്ങൾ ഇന്നിൻ്റെ ലോകത്തുണ്ടാകുന്നു. പക്ഷെ പഠിക്കാൻ തയ്യാറല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ വിഷയം വളരെ ഗൗരവത്തോടു കൂടിയാണ് നാം അറിയേണ്ടത് എന്നത് പ്രത്യേകമായിട്ട് മനസ്സിലാക്കുക. ഇതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ പള്ളി, ആ പള്ളിയിലേക്ക് നമസ്കരിക്കാൻ വരുമ്പോൾ, വിശിഷ്യ ജമാഅത്തിന് നമസ്കരിക്കാൻ വേണ്ടി വരുമ്പോൾ
ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ പൊതുവെ പള്ളി വൃത്തിയായി കാത്തു സൂക്ഷിക്കുന്നത് പോലെ ആ പള്ളിയിൽ നമസ്കരിക്കുന്ന ഒരാൾക്കും നമസ്കരിക്കാമെന്ന എന്നെക്കൊണ്ടൊരു ശല്യം ഉണ്ടാകാൻ പാടില്ല. എന്താ ഇത് പറയാൻ കാരണം? പലപ്പോഴും നമ്മുടേതായ വേഷങ്ങൾ, നമ്മുടേതായ ചില രീതികൾ, അത് കാരണം നമ്മുടേതായ ചില ദുസ്വഭാവങ്ങൾ കൊണ്ട് അപ്പുറത്തെ വ്യക്തിക്ക് നമസ്കരിക്കാൻ വയ്യ. നാറുന്ന ശരീരവുമായിട്ട് പടച്ചറപ്പിൻ്റെ പള്ളിയിലേക്ക് പോകുന്ന ആളുകളുണ്ട് അല്ലേ? എത്രത്തോളം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വിഷയത്തിൽ സൂക്ഷ്മത കാണിക്കാൻ വേണ്ടി നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾക്ക് തിന്നാൻ അനുവദിക്കപ്പെട്ട ഭക്ഷണ പദാർത്ഥമാണ് ഉള്ളി പോലുള്ളത്. ആ ഉള്ളി പോലുള്ളവ പോലും കഴിച്ചുകൊണ്ട് അള്ളാൻ്റെ പള്ളിയിലേക്ക് അടുക്കരുത് എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത് അല്ലേ? മൻ അക്കലൽ ബസ്വല വസ്സൂമ വൽ ഖുറാദ് ഫലാ യഖ്റുബന്ന മസ്ജിദന. സൂറത പറയാം, ഉള്ളി അതിൻ്റെ പിന്നെ പല രീതിയിലുള്ളതും കഴിച്ചുകൊണ്ട് ആരെങ്കിലും അള്ളാഹുവിൻ്റെ പള്ളിയിലേക്ക് വന്നു കഴിഞ്ഞാൽ, അത് അവൻ കഴിക്കുന്നത് വെളുത്തുള്ളിയാകട്ടെ മറ്റുള്ള ചുവന്ന ഉള്ളിയാകട്ടെ ഏതാകട്ടെ, ആ നിലക്കുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ആരെങ്കിലും കഴിച്ചു പള്ളിയിലേക്ക് വരികയാണെങ്കിൽ ഫലാ യഖ്റുബന്ന മസ്ജിദന, നമ്മുടെ പള്ളിയുടെ അയലത്ത് പോലും അവൻ എത്താൻ പാടില്ല. പള്ളിയിലേക്ക് അവൻ അടുത്തു പോകരുത്. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം അവൻ്റെ വീട്ടിലിരിക്കട്ടെ. ഉമർ റളിയല്ലാഹു അൻഹു ഒരു ഖുതുബയിൽ പറഞ്ഞു, ജനങ്ങളെ ഇന്നക്കും തഅ്കുലൂൻ, നിങ്ങൾ തിന്നുകയാണ് ഒരു മരത്തിൻ്റെ, ഇന്നക്കും തഅ്കുലൂന ഷജറതൈനി ലാ അറാഹുമാ ഇല്ലാ ഖബീസതൈൻ, നിങ്ങൾ തിന്നുന്നത് വളരെ വൃത്തികെട്ട രണ്ട് മരങ്ങളുടെ കായ്കളാണ്. ആ ചുവന്നുള്ളിയെയും വെളുത്തുള്ളിയെയും സൂചിപ്പിക്കുകയാണ്. ആ രണ്ട് കായ്കനികളെയും സൂചിപ്പിച്ചുകൊണ്ട് പറയുന്നു, ഇത് നിങ്ങൾ തിന്നു കഴിഞ്ഞാൽ, ഈ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ഇത് കഴിച്ചിട്ടാണ് നിങ്ങൾ പള്ളിയിലേക്ക് വരുന്നതെങ്കിൽ, അഥവാ അത് പച്ചയായിട്ട്, അത് വേവിക്കാതെ പച്ചയായിട്ട് കഴിക്കുമ്പോഴാണ് അതിൻ്റെ നാറ്റം, അതിൻ്റെ സ്മെല്ല് പുറത്തേക്ക് വരുന്നത്. ആ നിലക്കാണ് നിങ്ങൾ പള്ളിയിലേക്ക് വരുന്നതെങ്കിൽ, എനിക്കറിയാം അള്ളാഹുവിൻ്റെ റസൂലിനെ ഞാൻ കണ്ടിട്ടുണ്ട്, ആ റസൂലുള്ളാഹിയുടെ മദീനത്തെ പള്ളിയിലേക്ക് ആരെങ്കിലും ചുവന്നുള്ളിയോ വെളുത്തുള്ളിയോ കഴിച്ചുകൊണ്ട് പള്ളിയിലേക്ക് വന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മനുഷ്യനെ ബഖീയിലേക്ക് പറഞ്ഞേക്കും, പള്ളിയിൽ ഇരുത്തൂല. അതിൻ്റെ സ്മെല്ല് പോക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞേക്കുന്നത് അല്ലേ? പറയും റസൂലുള്ളാഹി, നിങ്ങളത് കഴിക്കുകയാണെങ്കിൽ അത് വേവിച്ച് കഴിക്കണേ, അതിൻ്റെ നാറ്റം മറ്റുള്ളൊരാൾക്ക് എത്തരുത്. കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, മൻ അക്കലൽ ബസ്വല വസ്സൂമ വൽ ഖുറാസ് ഫലാ യഖ്റുബന്ന മസ്ജിദന ഫഇന്നൽ മലായിക തതഅല്ല മിമ്മാ യതഅല്ല മിൻഹു ബനി ആദം. കാരണം മനുഷ്യന്മാർക്ക് മാത്രമല്ല ഇതിൻ്റെ ബുദ്ധിമുട്ട്. ഫഇന്നൽ മലായിക, തീർച്ചയായും റബ്ബിൻ്റെ മലക്കുകൾ, ആ റബ്ബിൻ്റെ മലക്കുകൾക്ക് മനുഷ്യർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് മുഴുവനും ആ മലക്കുകൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. അതിൻ്റെ കാരണം പറയാം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്തുകൊണ്ട് ഈ നാറുന്നൊരവസ്ഥയിൽ പള്ളിയിലേക്ക് എത്തരുത്? ജനങ്ങളെ കൂടെ നിസ്കരിക്കുന്ന മനുഷ്യർക്കല്ല, നിങ്ങൾക്ക് വേണ്ടി റഹ്മത്തിനും മഗ്ഫിറത്തിനു വേണ്ടിയും പ്രാർത്ഥിക്കുന്ന പടച്ചറബിൻ്റെ മാലാഖമാരെ പോലും നിങ്ങൾ പ്രയാസപ്പെടുത്തുകയാണ്. നമ്മൾക്ക് തിന്നാൻ അനുവാദം നൽകിയ വസ്തുവാണ് പ്രിയപ്പെട്ടവരെ ഉള്ളി. ആ ഉള്ളി കഴിച്ചിട്ട് പോലും പള്ളിയിൽ വരാൻ പാടില്ല അല്ലേ? ആരും ഇത് കേട്ട് മനസ്സിലാക്കണ്ട, പള്ളിയിൽ പോകാതിരിക്കുക ഒരു ഉള്ളി കഴിക്കാൻ വേണ്ടിയിട്ട് അല്ലേ? ആ നിലക്കെ നമ്മൾ ചെയ്യുക. അതല്ല, അത് കഴിച്ചാൽ ആ വൃത്തിയോടുകൂടി ഒരാൾക്കും നമ്മളിൽ നിന്നൊരു നാറ്റമുണ്ടാക്കുന്നൊരവസ്ഥയിൽ നിന്ന് മാറിയിട്ട് വേണം അള്ളാൻ്റെ പള്ളിയിലേക്ക് എത്താൻ. അനുവദിക്കപ്പെട്ട ഒരു വസ്തു ഇങ്ങനെയാണെങ്കിൽ ഈ ഹദീസിനെ വിശദീകരിച്ചിട്ട് ഇതിൻ്റെ ഫത്വകളും അതേപോലെ തന്നെ ഈ വിഷയത്തെ ഷറഹ് ചെയ്തിട്ട് എല്ലാ പണ്ഡിതന്മാരും പറഞ്ഞ, ഷെയ്ഖ് ഇബ്നു ബാസ് അടക്കമുള്ള പണ്ഡിതന്മാരെ മുഴുവനും ചർച്ച ചെയ്തൊരു വിഷയം, തിന്നാൻ അനുവദിച്ചൊരു വസ്തു ആ വസ്തുവായിട്ട് പോലും തിന്നിട്ട് പോലും അള്ളാൻ്റെ പള്ളിയിലേക്ക് എത്താൻ പാടില്ലെങ്കിൽ പുകവലിക്കുന്ന മനുഷ്യർ അവരെന്തുമാത്രം വലിയ തെറ്റാ ചെയ്യുന്നത് അല്ലേ? ഇത് അനുവദിക്കപ്പെട്ടതാ. മഹാഭൂരിഭാഗം പണ്ഡിതന്മാരും നിഷിദ്ധമാണ് എന്ന് പറഞ്ഞ പുകവലി സാമ്പത്തിക നഷ്ടമുണ്ടാക്കുന്നു, ശാരീരിക നഷ്ടമുണ്ടാക്കുന്നു, മാനസിക നഷ്ടമുണ്ടാക്കുന്നു, അതേപോലെ നമസ്കരിക്കുന്നവർക്കും കുടുംബത്തിനും മറ്റുള്ളവർക്കും പ്രയാസമുണ്ടാക്കുന്നു. ഒരുപാട് തെറ്റുകളും കാരണങ്ങളും പറയുന്നു. അതൊക്കെ ചെയ്തിട്ട് ആ പുകവലിച്ചിട്ട് അങ്ങനെ തന്നെ അള്ളാൻ്റെ പള്ളിയിലേക്ക് കയറുന്ന ആളുകളുണ്ട്. ഇവൻ ആമീൻ പറയുമ്പോൾ ചുറ്റുഭാഗത്തുള്ള ആൾക്കാർക്ക് ആ ബുദ്ധിമുട്ട് അല്ല, ഇവൻ്റെ ആമീൻ കൊണ്ട്
ആ പുകവലിച്ചതിൻ്റെ ആ നാറ്റം പുറത്തു വരുന്നു. പ്രിയപ്പെട്ടവർ, ആരാത് വെറുക്കാത്തത്? ഒരാൾ പുകവലിച്ച വാഹനത്തിൽ കയറാൻ മറ്റുള്ളവർക്ക് പ്രയാസമാണ്. പുകവലിച്ചവൻ്റെ കൈ, അവൻ സലാം പറയുമ്പോൾ ആ സലാം അടക്കിയവൻ്റെ കൈ പിടിക്കുമ്പോൾ ആ പിടിച്ചവൻ്റെ കൈ നാറുകയാണ്. അവൻ്റെ കുടുംബം, അവൻ്റെ മക്കൾ, അവൻ്റെ കൂടെ ജീവിക്കുന്നവർ. അള്ളാൻ്റെ പള്ളിയിലേക്ക് ആ നിലക്ക് തന്നെ ഇവനും വരുന്നത്. സഹോദരങ്ങളെ, പാടില്ല. പള്ളിയിലേക്ക് വരുമ്പോൾ പുകവലി പാടില്ല എന്നല്ല പണ്ഡിതന്മാർ പറയുന്നത്. ഒരു സമയത്തും അത് പാടില്ല, ഒരു സമയത്തും അത് പാടില്ല. തീരുമാനം അത് എടുക്കേണ്ടവർ എടുക്കേണ്ടതാണ്. അബദ്ധങ്ങൾ വന്നു പോകുന്നവർ അത് അറിയുമ്പോൾ തിരുത്തേണ്ടവരാ. അതിനൊരു മാസാകട്ടെ, എത്ര സമയമാകട്ടെ, അടുത്ത ഉംറയാകട്ടെ എന്നൊന്നും കാത്തു നിൽക്കാനില്ല. അള്ളാഹുവെ എനിക്കതിൻ്റെ തൗഫീക്ക് നൽകണേ എന്ന് ഒരാൾ പ്രാർത്ഥിക്കുക, അള്ളാഹുവിലേക്ക് അടുക്കുക. അള്ളാഹു തആല ആ മനുഷ്യന് അതിൻ്റേതായ തൗഫീക്ക് നൽകും. അതേപോലെ തന്നെ പുകവലിയുടെ നാറ്റം. അതേപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, നാം മനസ്സിലാക്കേണ്ടതാണ് ചില മനുഷ്യന്മാർ ധരിക്കുന്ന ഷോക്സുകൾ, അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട്. നാട്ടിൽ താമസിക്കുന്ന വ്യക്തി വുളുവോടുകൂടിയാണ് ഷോക്സ് ധരിക്കുന്നതെങ്കിൽ അവൻ ആ ഷോക്സ് ധരിച്ച് അവൻ ആദ്യം ഒരു അശുദ്ധി ഉണ്ടായത് മുതൽ 24 മണിക്കൂർ, ഒരു രാവും പകലും അവനത് തടവാൻ അനുവാദമുണ്ട്. യാത്രക്കാരനാണെങ്കിൽ 3 ദിവസത്തെ ഇളവുണ്ട്. ആ സംഗതിയൊക്കെ ശരിയാണ്. പക്ഷെ ദിവസം തന്നെ ചില ഷോക്സ് ധരിക്കുമ്പോൾ അപ്പുറത്താക്ക് നാറിയിട്ട് നിൽക്കാൻ പറ്റില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, അതുമായിട്ട് പള്ളിയിൽ കയറുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നീ സുജൂദ് ചെയ്യുമ്പോൾ നിൻ്റെ പിന്നിൽ ഒരു മനുഷ്യൻ്റെ, ഒരു വിശ്വാസിയുടെ തലവെക്കാനുണ്ട്. ആ മനുഷ്യരും നമസ്കരിക്കണം. വലത്തും ഇടത്തും ആളുകളുണ്ട്. അള്ളാൻ്റെ പള്ളിയാണ്, എത്രയോ ആളുകളുണ്ട്, അല്ലേ? ആ നിലക്ക് അറിഞ്ഞോ അറിയാതെയോ നമ്മൾ സംഭവിക്കാൻ പാടില്ല. എപ്പോഴും ശ്രദ്ധിക്കണം. അള്ളാൻ്റെ പള്ളിയിൽ ഒരു വൃത്തികേട് കാണുമ്പോൾ പുറത്തെറിയേണ്ട ആളുകളാണ്. ആ പള്ളിയിലേക്ക് ഒരു വൃത്തികേടുമായിട്ട് നമ്മൾ കയറാൻ പാടില്ല. വൃത്തിയായിട്ട് വേണം. അത് ആ നിലക്ക് സ്മെല്ലടിക്കുന്ന, അതല്ലെങ്കിൽ ആ നിലക്ക് മറ്റുള്ളവർക്ക് പ്രയാസമുണ്ടാക്കുന്ന ആ ഒരു ഷോക്സ് നമ്മൾ ഉപയോഗിക്കരുത്. പടച്ചോൻ്റെ പള്ളിയിലേക്ക് വരുമ്പോൾ അത് അഴിച്ചു വെച്ച് കാല് വൃത്തിയായി കഴുകി ആ നിലക്ക് വേണം പള്ളിയിലേക്ക് എത്താൻ. ഏറ്റവും നല്ല വസ്ത്രം ധരിച്ച് സുഗന്ധം പൂശി അള്ളാഹുവിൻ്റെ വീട്ടിലേക്ക് പോകുമ്പോഴാണ് ആ വൃത്തിയിലേക്ക് നമ്മൾ എത്തേണ്ടത്. ഒരു സ്ഥലത്തേക്ക് പോകുമ്പോഴും ധരിക്കാൻ പറ്റാത്ത വസ്ത്രമായിട്ടല്ല. ഇതേപോലെ വരുന്ന ആളുകളുണ്ട് മുഷിഞ്ഞ നാറുന്ന വേഷങ്ങളുമായിട്ട്, അല്ലേ? അന്ന് കഴിഞ്ഞ ക്ലാസ്സിന് മുമ്പ് സൂചിപ്പിച്ചതുപോലെ ആ നാറുന്ന അത്തരം ബനിയം വസ്ത്രങ്ങളുമായിട്ടൊക്കെ അള്ളാൻ്റെ പള്ളിയിലേക്ക് എത്തുന്ന ആളുകൾ. പ്രിയപ്പെട്ടവരെ, പള്ളിയിൽ നമസ്കരിക്കുന്ന വിശ്വാസിക്ക് നമ്മളെ കൊണ്ടോ ഒരു ശല്യവും ഉണ്ടാകാൻ പാടില്ല. അതാ ചുരുക്കി എല്ലാ നിലക്കും കൂട്ടി സൂചിപ്പിക്കാനുള്ളത്. അറിയുന്നത് കൊണ്ടും നമ്മൾക്ക് അറിയാത്തത് കൊണ്ടും, അറിഞ്ഞിട്ട് നമ്മുടെ അഹങ്കാരം കൊണ്ടും അത് പ്രിയപ്പെട്ടവരെ നമ്മളിൽ ഉണ്ടാകരുത്. ഫജറിൻ്റെ നേരങ്ങളിൽ കാണാം പല നിലക്കുള്ള വസ്ത്രങ്ങളുമായിട്ട് പടച്ചോൻ്റെ പള്ളിയിലേക്ക് എത്തുന്ന ആളുകൾ, അല്ലേ? ഉംറയ്ക്ക് പോയി ധരിച്ച് അത് ഉറങ്ങുമ്പോൾ ധരിച്ച് ആ ഉംറയുടെ തുണിയായിട്ട് അള്ളാൻ്റെ പള്ളിയിലേക്ക് വരുന്ന ആൾക്കാരുണ്ട്. എന്തൊക്കെയാ എത്രയോ ആളുകൾ പ്രിയപ്പെട്ടവരെ റബ്ബിൻ്റെ ഭവനങ്ങളെ ആ നിലക്ക് വൃത്തികേടാക്കുന്ന ഒരു സ്വഭാവങ്ങളും നമ്മളിൽ ഉണ്ടാകരുത് എന്നതാണ് സൂചിപ്പിക്കുന്നത്. ഏത് സമയത്തും റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, എൻ്റെ ഉമ്മത്തിന് പ്രയാസമാകുമായിരുന്നില്ല എങ്കിൽ, എൻ്റെ ഉമ്മത്തിന് ഒരു പ്രയാസം എത്തില്ലായിരുന്നുവെങ്കിൽ എല്ലാ സമയത്തും ഞാൻ അവരോട് മിസ്വാക്ക് ചെയ്യാൻ, എല്ലാ വുളൂഇൻ്റെ സമയത്തും മിസ്വാക്ക് ചെയ്യാൻ ഞാൻ അവരോട് കൽപ്പിക്കുമായിരുന്നു. ല അമർത്തുഹും ബിസ്സിവാക്ക്, ബ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരോട് ഞാൻ കൽപ്പിക്കുമായിരുന്നു. എന്തിനാ? ആ വുളൂഇൻ്റെ സമയത്ത് നാം വൃത്തിയാക്കുക. ആർക്കും ബുദ്ധിമുട്ടുണ്ടാകരുത്, അല്ല അള്ളാൻ്റെ മലക്കുകൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കരുത്. അതുകൊണ്ട് തന്നെയാ ആ പടച്ചറബിൻ്റെ പള്ളിയിലേക്ക് പോകുമ്പോൾ നാം പഠിച്ചതല്ലേ, വഅലൈക്കും ബിസ്സക്കീനത്തി വൽ വഖാർ, ഗാംഭീര്യത്തിൽ അള്ളാഹുവിൻ്റെ പള്ളിയിലേക്ക് ഒരു വിശ്വാസി എത്തുന്നത്. എൻ്റെ റബ്ബിനോട് ഒരു മുനാജാത്ത് നടത്താൻ, എൻ്റെ റബ്ബിനോട് ഒരു രഹസ്യ സംഭാഷണം നടത്താൻ, എൻ്റെ റബ്ബിനോട് എനിക്ക് പല കാര്യങ്ങളുമുണ്ട് പറയാൻ, അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അള്ളാൻ്റെ പള്ളിയിലേക്ക് പോകുന്നത്. അതുകൊണ്ട് ആ വൃത്തിയിലും വെടുപ്പിലും അച്ചടക്കത്തോടു കൂടിയും ആർക്കും പ്രയാസമില്ലാത്ത രീതിയിലും പള്ളിയിലേക്ക് എത്തി നമസ്കാരം പൂർത്തിയാക്കി തിരിച്ച് വീട്ടിലേക്ക് പോകാൻ കഴിയണം. അതുപോലെ തന്നെ പള്ളിയിൽ മനസ്സിലാക്കേണ്ട മറ്റൊരു വിഷയമാണത്.
റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാന നാളിൻ്റെ ഒരു അടയാളത്തിൽ അവസാന നാളിനെ പറ്റി പറയുമ്പോൾ പറയുന്നു, സയകൂനു ഫി ആഖിരി സമാനി യജ്ലിസൂന ഫിൽ മസാജിദി ഹിലഖൻ ഹിലഖ അമാമഹുമുദ് ദുനിയ ഫലാ തുജാലിസുഹും ഫഇന്നഹു ലൈസ ലില്ലാഹി ഫീഹിം ഹാജ. സയകൂനു ഫി ആഖിരി സമാനി, അവസാന കാലത്ത് ഒരു വിഭാഗം ആളുകൾ ഉണ്ടാകും ഈ ദുനിയാവിൽ. ഖൗമുൻ, ഒരു ജനവിഭാഗമാണവർ. യജ്ലിസൂന ഫിൽ മസാജിദി ഹിലഖൻ ഹിലഖ, വട്ടമിട്ടുകൊണ്ട് പള്ളിയിലിരിക്കുമവർ. അമാമഹുമുദ് ദുനിയ, അവർക്ക് സംസാരിക്കാനുള്ളത് ദുനിയാവിനെ കുറിച്ചാണ്. അതുകൊണ്ട് മുസ്ലിമേ, ഫലാ തുജാലിസുഹും, അവരോടൊപ്പം നിങ്ങൾ ഇരിക്കരുതേ. ഫഇന്നഹു ലൈസ ലില്ലാഹി ഫീഹിം ഹാജ, അല്ലാഹ്ക്ക് അവരോടൊരു ആവശ്യവും ഇല്ല. സയകൂനു ഫി ആഖിരി സമാനി ഖൗമുൻ യകൂനു ഹദീസുഹും ഫീ മസാജിദിഹിം ലൈസ ലില്ലാഹി ഫീഹിം ഹാജ. ദുനിയാവിനെ കുറിച്ച് സംസാരിക്കുന്ന ഒരു വിഭാഗം ആളുകൾ അവസാന സമയത്ത് ഭൂമിപ്പുറത്തുണ്ടാകും. സംസാരം മുഴുവനും പടച്ചോൻ്റെ പള്ളിയിൽ കച്ചവടത്തെക്കുറിച്ചാണ്, ദുനിയാവിനെക്കുറിച്ചാണ്. ആ സംസാരിക്കുന്ന ജനവിഭാഗത്തെ കാണുമ്പോൾ ഒരു വിശ്വാസി എടുക്കേണ്ട നിലപാട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫലാ തുജാലിസുഹും, അവരോടൊപ്പം നിങ്ങൾ ഇരിക്കരുതേ. കാരണം ഫഇന്നഹു ലൈസ ലില്ലാഹി ഫീഹിം ഹാജ, അള്ളാഹ്ക്ക് അവനൊരു ആവശ്യമില്ല, അള്ളാഹ്ക്ക് അവരോട് ഒരാവശ്യമില്ല. അള്ളാഹ്ക്ക് വേണ്ടവരെ എവിടെ വെച്ചിട്ടാണ് സംസാരിക്കുന്നത്? അള്ളാഹിൻ്റെ പള്ളിയിൽ വെച്ചിട്ട്. ആ നിലയിൽ പടച്ചറബിൻ്റെ പള്ളിയിൽ വെച്ച് വട്ടമിട്ടുകൊണ്ടിരുന്ന് സംസാരിക്കുന്ന ആളുകൾ, പദപ്രയോഗം കണ്ടിട്ട് ഹിലക്കൻ ഹിലക്ക അല്ലേ, ഒരു ഹൽക്ക, വട്ടത്തിലിരിക്കുന്നതിന് ഹൽക്ക പറയുക. ആ നിലയിൽ പ്രിയപ്പെട്ടവരെ, വട്ടത്തിലിരുന്ന് കൊണ്ട് സംസാരിക്കുന്നവരെ കാണുമ്പോൾ ഇരിക്കരുത്, നീളത്തിലിരുന്ന് സംസാരിക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ ഇരിക്കുക എന്നല്ലല്ലോ, ദുനിയാവിനെക്കുറിച്ച് സംസാരിക്കുക. അതാണ് ഹദീസിൻ്റെ കാതലായ വിഷയം. അള്ളാൻ്റെ പള്ളി നമ്മൾക്ക് നമസ്കരിക്കാനുള്ളതാ എന്നതിനു വേണ്ടി മാത്രമല്ല, ഖുർആൻ പഠിക്കാം, ഹദീസ് പഠിക്കാം, ദീനുകൾ ചർച്ച ചെയ്യാം, പരസ്പരം ഉപദേശങ്ങളും എല്ലാ നിലക്കും പടച്ചോനെടുക്കൽ കൂലി കിട്ടുന്ന കാര്യങ്ങളൊക്കെ നമ്മൾക്ക് ആ വിഷയത്തിൽ ചെയ്യാം. എന്നാൽ ദുനിയാവിനെക്കുറിച്ചുള്ളൊരു സംസാരം, അവിടെ കച്ചവടം തുടങ്ങിയാൽ എന്തോ ലാഭം കിട്ടുമോ, അവിടെ ഒരു ഷോപ്പിൻ്റെ മുറി ഒഴിഞ്ഞു കിടക്കുന്നുണ്ട് അല്ലേ, അതെന്താ ആരും എടുക്കാത്ത, നമ്മൾ പോയി അഡ്വാൻസ് കൊടുത്തു നോക്കിയാലോ. ഇതൊക്കെയാണ് പള്ളിയിലുള്ള ചർച്ച. എന്തിനാ പള്ളി ചർച്ച? പള്ളിയിലെന്താ പൊതുമുതലല്ലേ, അവിടെ എയർ കണ്ടീഷൻ വർക്ക് ചെയ്യുന്നുണ്ട് അല്ലേ, അതേപോലെ തന്നെ പള്ളിയിൽ ഫാനുണ്ട്. എൻ്റെ വീട്ടിൽ പോയിട്ട് ചർച്ച ചെയ്യുമ്പോൾ ഫാൻ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ തന്നെ അതിൻ്റെ കറണ്ട് ബില്ല് അടക്കണം. പള്ളിയിലാണെങ്കിലോ അതല്ലല്ലോ, അത് എല്ലാവരും കൂടി ചെയ്യുന്നതല്ലേ. ആ നിലയിൽ കാണുന്ന ആളുകൾ, പടച്ചോൻ്റെ പള്ളിയെ ഒരു താഴ്മയും കൊടുക്കാത്ത ആളുകൾ, പള്ളിയിലിരുന്ന് വൃത്തികെട്ട തമാശകൾ പറയുന്ന ആളുകളുണ്ട്, പള്ളിയിലിരുന്ന് തോന്നിവാസങ്ങൾ പറയുന്ന ആളുകളുണ്ട്. ഇന്നിൻ്റെ മക്കൾ, പ്രിയപ്പെട്ടവരെ, മൊബൈലുകളിൽ ശേഖരിച്ചു വെക്കുന്ന വീഡിയോ ക്ലിപ്പിങ്ങുകൾ, തോന്നിവാസങ്ങളടക്കിയ ക്ലിപ്പിങ്ങുകൾ പോലും അള്ളാൻ്റെ പള്ളിയിൽ വെച്ച് പരസ്പരം കാണുകയും ഷെയർ ചെയ്യുകയും ചെയ്യുന്ന ആളുകളുണ്ട് അല്ലേ. നിസ്കരിക്കാൻ വന്നിട്ട് ബാങ്ക് കൊടുത്ത് പള്ളി കയറിയിട്ട് ഇഖാമത്ത് വരെ ആ ബാങ്കിൻ്റെയും ഇഖാമത്തിൻ്റെയും ഇടയിൽ എന്ത് പ്രാർത്ഥിച്ചാലും ഉത്തരം കിട്ടുന്ന സമയമാണത്. ആ സമയം പോലും നീക്കാൻ കഴിയാത്ത ആളുകൾ അപ്പോഴാണ് മൊബൈൽ എടുത്തിട്ട് ഇതൊക്കെ വാട്സപ്പിൻ്റെ മെസ്സേജ് വായിക്കുന്നത് അള്ളാൻ്റെ പള്ളിയിൽ വെച്ചിട്ട് അല്ലേ. എന്നിട്ട് അതിന് റിപ്ലൈ ഒക്കെ ദുനിയാവിൻ്റെ വിഷയങ്ങളാണ്. ആഖിറത്തിൽ ഉപകരിക്കുന്ന ഒരു കാര്യമല്ല പള്ളിയിൽ ചർച്ച ചെയ്യുന്നത്. സഹോദരന്മാരെ, നാം അടിവരയിട്ടുകൊണ്ട് വിഷയം മനസ്സിലാക്കുക. റസൂലുള്ളാഹി പറയുക, ഫലാ തുജാലിസുഹും, അവരോടൊപ്പം നീ ഇരിക്കരുത് എന്ന് നമ്മളോട് റസൂലുള്ളാഹി പറയുമ്പോൾ നമ്മൾ തന്നെ ചെയ്താലോ എന്ത് ഗൗരവമാണത്. അള്ളാഹ്ക്ക് ആവശ്യമില്ല, അള്ളാഹ് പരിഗണിക്കാത്ത, അള്ളാഹ് തിരിഞ്ഞു നോക്കാത്ത ആളുകളായിക്കൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. സംസാരമല്ലേ, എത്രത്തോളം റസൂലുള്ളാഹി പറയുന്നു. അവിടുന്ന് പറയുകയാണ്, ഒരാൾ إذا رأيتم من يبيع أو يبتاع في المسجد فقولوا لا أربح الله تجارتك وإذا رأيتم من ينشد ضالة فقولوا لا ردها الله عليك. ഇമാം തിർമിദി ഉദ്ധരിക്കുന്ന ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇദാ റഅയ്തും, നിങ്ങൾ കാണുകയാ, മൻ യബീഉ ഔ യബ്താഉ ഫിൽ മസ്ജിദ്, പള്ളിയിൽ വാങ്ങുന്നവനെയോ വിൽക്കുന്നവനെയോ, ക്രയവിക്രയം നടത്തുന്ന ആളുകൾ, കച്ചവടം ചെയ്യുന്ന ആളുകൾ അല്ലേ, പള്ളിക്കുള്ളിൽ വെച്ച് കച്ചവട വസ്തു വിൽക്കുന്നവൻ, കച്ചവട വസ്തു വാങ്ങുന്നവനെ നിങ്ങൾ കണ്ടാൽ
നിങ്ങൾ ഫഖൂലു അവരോട് പറഞ്ഞോ ല അർബഹല്ലാഹു തിജാറതക്, അള്ളാഹ് നിന്റെ കച്ചവടത്തിൽ ഒരു ലാഭം നിനക്കുണ്ടാക്കി തരാതിരിക്കട്ടെ. നശിച്ച പണിയാ നീ ചെയ്യുന്നത്. പടച്ചോൻ്റെ പള്ളിയിൽ വെച്ചിട്ടാണോ കച്ചവടം നടത്തുന്നത്? അള്ളാഹ് നിനക്ക് ആ കച്ചവടത്തിൽ ഒരു ലാഭം തരാതിരിക്കട്ടെ. അതേപോലെ തന്നെ നിങ്ങൾ കാണുകയാണ് വൈദാ റഅയ്തും മൻ യൻഷുദു ളാല്ല, ആരുടെയെങ്കിലും വല്ല മുതലും നഷ്ടപ്പെട്ടു പോയിട്ട് ആ നഷ്ടപ്പെട്ടു പോയ വസ്തുവിനെ എൻ്റെ ഇന്ന് മുതൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്ന് പടച്ചറബിൻ്റെ പള്ളിക്കുള്ളിലൂടെ നടന്നു പറയുന്ന വ്യക്തിയെ നിങ്ങൾ കണ്ടാൽ ഫഖൂലു അവനോടും പറഞ്ഞോ ലാ റദ്ദഹുല്ലാഹു അലൈക്, നിന്റെ നഷ്ടപ്പെട്ട മുതൽ അള്ളാഹ് നിനക്ക് തിരിച്ചു തരാതിരിക്കട്ടെ. എന്നിട്ടല്ലേ സംസാരം. നമ്മുടെ ഒരു വസ്തു നഷ്ടപ്പെട്ടു പോയാൽ അതിങ്ങനെ വിളിച്ചു പറഞ്ഞ് പള്ളിയിൽ ആ ഒരു പ്രയാസം ഉണ്ടാക്കാൻ പാടില്ല. സഹോദരങ്ങളെ, ഇമാമിനോട് അന്വേഷിച്ചുകൂടെ എന്നതല്ല, അന്വേഷിക്കാം. നേരെ മറിച്ച് എൻ്റെ മുതൽ നഷ്ടപ്പെട്ടു പോയി എന്ന് വിളിച്ചു പറഞ്ഞ് അള്ളാൻ്റെ പള്ളിക്കുള്ളിലൂടെ ആ ദുനിയാവും അതല്ലെങ്കിൽ ആ ഒരു വിഷയവും ചെയ്തുകൊണ്ട് പള്ളിക്കുള്ളിലൂടെ നടന്ന് വിളിച്ചു പറയുന്നൊരു മനുഷ്യനെ കണ്ടാൽ അവനോട് പറയണം, റസൂലുള്ളാഹി പറയുക, നിന്റെ മുതൽ അള്ളാഹ് നിനക്ക് തിരിച്ച് തരാതിരിക്കട്ടെ. നഷ്ടപ്പെട്ടു പോയ ഒരു വസ്തുവിനെക്കുറിച്ച് പോലും വിളിച്ചു പറയാനും പാടില്ല എങ്കിൽ കച്ചവടം നടത്തുന്നവൻ്റെ അവസ്ഥ, അത് വാങ്ങുന്നവൻ്റെയും വിൽക്കുന്നവൻ്റെയും അവസ്ഥ, അത് നമ്മൾ രണ്ടാൾ സംസാരിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കച്ചവടം ഇന്ന് നെറ്റ് വഴിയാണ് പലപ്പോഴും, മെയിലുകൾ വഴിയാണ് പലപ്പോഴും, വാട്സപ്പുകൾ വഴിയാണ് പലപ്പോഴും. ആ പള്ളിക്കുള്ളിൽ കയറി തനിക്ക് സൗകര്യമുള്ളൊരു തൂണും നോക്കി, തനിക്ക് സൗകര്യമുള്ളൊരു ചുമരും നോക്കി, അല്ലേ, ഖുത്ബ പറയുന്ന ഇമാമ് തന്നെ കാണുന്നില്ല എന്ന് വിചാരിച്ച് ആ ഖുത്ബയുടെ വേളയിലും നമസ്കാരത്തിന് പ്രതീക്ഷിച്ചിരിക്കുന്ന ആ സമയങ്ങളിലും ഈ നിലക്ക് കച്ചവടം നടത്തുമ്പോൾ നീ മനസ്സിലാക്കണം, റസൂലുള്ളാഹിയുടെ പദപ്രയോഗം, കച്ചവടത്തിൽ ലാഭമുണ്ടാകാതിരിക്കട്ടെ. കുറേ കച്ചവടം ചെയ്തിട്ട് എന്താ, ഒരു ബർക്കത്തും ഇല്ലെങ്കിലോ? കുറേ പണം കിട്ടുന്നു, ഒരു നിലക്കും അത് ഉപയോഗിക്കാൻ കഴിയുന്നില്ലെങ്കിലോ? സഹോദരങ്ങളെ, അതുകൊണ്ട് അള്ളാൻ്റെ പള്ളിയിലേക്ക് വരുമ്പോൾ വഅലൈക്കും ബിസ്സക്കീനത്തി വൽ വഖാർ, ശാന്തത, ഗാംഭീര്യം. അള്ളാൻ്റെ പള്ളിയിലേക്കാണ് പോകുന്നത്. ആ പള്ളിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാം? നമ്മൾ നമ്മുടെ മൊബൈൽ ഒന്നുകിൽ ഓഫാക്കുക, ഒന്നുകിൽ സൈലൻ്റ് ആക്കുക. ഈ സൈലൻ്റ് ആക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ റമദാനിൻ്റെ ടെൻറ്റിലും അൽക്കോബാറിലെ സഹോദരങ്ങളെ കേൾപ്പിക്കാറുമുണ്ട്, പല മൊബൈലുകളും സൈലൻ്റ് ആക്കുമ്പോൾ വൈബ്രേഷൻ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഓണാകുന്ന രീതിയിൽ സംവിധാനിച്ചു വെച്ച ആളുകളുണ്ടാകും. ആ സൈലൻ്റ് കൊണ്ട് ഒരു കാര്യവുമില്ല, അല്ലേ? അതിങ്ങനെ വൈബ്രേഷൻ ചെയ്യുമ്പോൾ നമുക്ക് അപ്പോഴൊക്കെ നമ്മുടെ ചിന്ത മാറിപ്പോകുക. അതറിയണ്ട. അള്ളാൻ്റെ പള്ളിക്ക് വന്നതല്ലേ, ആ സമയം പടച്ചോന് വിട്ടുകൊടുക്കുക. അള്ളാനോട് പറ, എന്തൊക്കെ നമ്മൾക്ക് നമ്മുടെ പറയാനുണ്ടാകും. നമ്മുടെ സുഹൃത്തിനോട് നമ്മുടെ ഒരു വിഷമം നമ്മൾ പങ്കുവെക്കുമ്പോൾ എന്ത് ആശ്വാസം ലഭിക്കും നമ്മൾക്ക്, അതേപോലെ നമ്മുടെ റബ്ബിനോട് നമ്മുടെ വിഷമങ്ങളും സങ്കടങ്ങളും നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ പരാതികളും റബ്ബിനോടുള്ള നമ്മുടെ പേടിയും എല്ലാം അള്ളാഹിനോട് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ കണ്ണിനൊരു കുളിർമയാ, ഒരു സുഖം. അതുകൊണ്ടാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ടെൻഷൻ വരുമ്പോഴും ഓടുകയാണ് പള്ളിക്ക് 2 റക്അത്ത് നിസ്കരിക്കാൻ വേണ്ടിയിട്ട്. എന്ത് പ്രയാസം വരുമ്പോഴും നമ്മളും ആ നിലക്കേക്ക് ആവുക. നമ്മുടെ മൊബൈലുകളൊക്കെ സൈലൻ്റാക്കി ആ നിലയിൽ കച്ചവടം ചെയ്യാതെ, വീണുപോയത് നഷ്ടപ്പെട്ടു പോയത് വിളിച്ചു പറയാതെ, പ്രിയപ്പെട്ടവരെ, പടച്ചോൻ്റെ പള്ളിയെ ആ നിലക്ക് താളീം ചെയ്യാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു വിഷയമാണ് പള്ളിയിൽ മൊബൈൽ ഫോൺ കൊണ്ടുവരുന്ന ആളുകളുണ്ട്. മൊബൈൽ ഫോൺ കൊണ്ടുവരണ്ട എന്ന് പറയാൻ കഴിയില്ലല്ലോ. നമ്മുടെ നിത്യജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമ്മളോട് നാമുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്നാണ് നമ്മുടെ മൊബൈൽ ഫോണുകൾ. ആളുകളെ വിളിക്കാൻ, അവരുടേതായ വിളികൾ എടുക്കാൻ, അതേപോലെ പലതും കൈമാറ്റം ചെയ്യാൻ, അല്ലേ? ആ മൊബൈൽ ഫോണുകൾ ഈ പറഞ്ഞതുപോലെ പള്ളിയിലേക്ക് വരുമ്പോൾ നമ്മളത് ഓഫ് ചെയ്തിരിക്കണം. എന്തേ? നമസ്കാര സമയത്തെങ്ങാനും അതെങ്ങാനും അറിയാതെ അടിഞ്ഞുപോയാൽ ഓരോരുത്തരുടെ മൊബൈലുകളിലെ റിംഗ് ടോണുകൾ എന്താ, ഓരോരുത്തരും ശ്രദ്ധിക്കുക പ്രിയപ്പെട്ടവരെ. റബ്ബ് നിഷിദ്ധമാക്കിയതാണോ അല്ല അനുവദിച്ചതാണോ? നമ്മളെ സിനിമാ ഗാനങ്ങളൊക്കെ റിംഗ് ടോണുകളായിട്ട് വെക്കുന്ന ആളുകളുണ്ട്. ഫജറിൻ്റെ നേരത്തൊക്കെ എല്ലാം ശാന്തമായി കിടക്കുമ്പോൾ ഒരാളുടെ പോക്കറ്റിൽ നിന്നെങ്ങാനും ഈ സാധനം അടിഞ്ഞാലോ, അല്ലേ? സകലവൻ്റെയും നമസ്കാരം ബാത്തിലായി പോകുന്ന രീതിയിൽ അത്രയുള്ള വലിയ പാട്ടുകൾ, അല്ലേ? തീർത്താലും തീരാത്ത പാട്ടുകളൊക്കെ മൊബൈലുകൾ വരുന്നത് നിഷിദ്ധമാണ്. നമ്മൾക്ക് അനുവദിക്കപ്പെട്ട ബെല്ലേ നമുക്ക് പാടുള്ളൂ.
ആ നിലക്കുള്ള മ്യൂസിക്കുകൾ മൊബൈലിലാകട്ടെ, നമ്മുടെ ക്ലോക്കിലാകട്ടെ, വീട്ടിലെ കോളിംഗ് ബെല്ലിലാകട്ടെ, ഇൻഷാ അല്ലാ ഒരു മുസ്ലിമിൻ്റെ വീട് എന്ന ആ വിഷയം വരുമ്പോൾ ഞാനിത് പറയുന്നുണ്ട് വിശദമായിട്ട്. അല്ലേ, ഒരാൾ വന്ന് ബെല്ലടിച്ചാൽ അയാൾ പോയാലും ആ ബെല്ല് തീരൂല. അത്ര വലിയ മ്യൂസിക്കൊക്കെ ഉള്ള ബെല്ലുകളുമായിട്ട് ഗൾഫിൽ നിന്ന് പ്രവാസി നാട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. ഇതാണ് പള്ളിയിൽ നമ്മൾ ആ നിലക്കുള്ള മൊബൈലുകൾ കൊണ്ടുവരുന്നത്. സൂക്ഷിക്കണം പ്രിയപ്പെട്ടവരെ. അതിനുവേണ്ടി മാത്രമല്ല ഞാനിത് പറഞ്ഞത്. ഇനി ഒരു മനുഷ്യൻ്റെ മൊബൈൽ അറിയാതെ അങ്ങനെ അടിഞ്ഞു പോയാൽ അയാൾ എന്ത് ചെയ്യണം? നമ്മൾ നാട്ടിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്, അല്ലേ, നമ്മൾ നാട്ടിൽ നിന്ന് മദ്രസയിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. ഒരാൾ കരുതിക്കൂട്ടി ഒരു തവണ ശരീരം ഒന്ന് വരച്ചാൽ അവൻ്റെ കരുതിക്കൂട്ടി ഒന്നിനപ്പുറമാക്കിയാൽ അവൻ്റെ നിസ്കാരം ബാത്തിലാകും. 3 തവണ അറിയാതെ ചെയ്താൽ അതിനപ്പുറം പോയാലും ബാത്തിലായിപ്പോവും. പല രീതിയിൽ മസ്അല പഠിച്ച ആളുകളുണ്ട്, പല രീതിയിൽ. എന്നാൽ അതുകൊണ്ട് തന്നെ ഇതൊക്കെ പഠിച്ചിട്ട് ഒരാളുടെ പോക്കറ്റിൽ നിന്ന് ഈ മൊബൈൽ ഫോൺ അടിഞ്ഞു കഴിയുമ്പോൾ, അള്ളാൻ്റെ പള്ളിയിൽ നിന്ന് ഈ മൊബൈൽ ഫോൺ ശബ്ദിക്കുമ്പോൾ എൻ്റെ നിസ്കാരം ബാത്തിലായി പോകും, അതുകൊണ്ട് ഞാൻ കീശ കൈയിടില്ല, ആ മൊബൈൽ എടുക്കില്ല, ഞാൻ സ്വിച്ച് ഓഫ് ചെയ്യില്ല എന്ന വാശിയിൽ അത് അടിഞ്ഞതിൻ്റെ മേലിങ്ങനെ അടിയാണ്. എല്ലാവരും നിസ്കാരം കൊളായി പോകുന്ന രീതിയിൽ. അതല്ല വേണ്ടത്. ഓഫാക്കണം. ഓഫാക്കാൻ മറന്നുപോയി മൊബൈലുകൾ നമ്മൾ ആ സൈലൻ്റ് മോഡിലോ ഓഫ്ലൈനിലോ ഒന്നുമല്ല. മൊബൈൽ നമ്മുടെ പോക്കറ്റിൽ നിന്ന് ബെല്ലടിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ പോക്കറ്റ് കൈയിട്ട് ആ മൊബൈൽ എടുക്കണം, ആ മൊബൈൽ ഓഫ് ചെയ്യണം, ഓഫ് ചെയ്തിരിക്കണം. നമ്മളാ വേണ്ടത്. അതുകൊണ്ട് നമ്മുടെ നമസ്കാരത്തിന് അത് ബാധിക്കില്ല. അള്ളാഹുവോട് പ്രാർത്ഥിക്കുക, അള്ളാഹു അറിയാതെ സംഭവിച്ചു പോയതാണ്, പുറത്തേറിനെ. അത് അത്യാവശ്യ കാര്യമാണ്. നമ്മൾക്ക് നിസ്കാരത്തിലും അത്യാവശ്യമാണ് നമ്മുടെ മൊബൈലുകൾ ആ നിലക്കാകുമ്പോൾ. പ്രിയപ്പെട്ടവരെ, ഒരാളുടെ നിസ്കാരത്തിൽ നമ്മൾ കാരണത്താൽ ശല്യം ഉണ്ടാകാൻ പാടില്ല. ഇനി മലയാളിയുടെ സ്വഭാവം, ഒരുത്തൻ്റെ മൊബൈലെങ്ങാനും ഒടിഞ്ഞു കഴിഞ്ഞാൽ അല്ലേ, സാധു എപ്പോഴും ഓഫാക്കി വരുന്നതാ. അങ്ങനെ അറിയാതെ പള്ളിക്ക് വരുമ്പോൾ സംഭവിച്ചു പോയി. നിസ്കാരം സലാം വിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും അസ്തഗ്ഫിറുല്ലാ പറയുന്നതിന് മുമ്പേ തിരിഞ്ഞു നോക്കും, ആരുടെ മൊബൈലായി അടിഞ്ഞത് അല്ലേ. ഇനി മേലാൽ ആ മനുഷ്യൻ പള്ളിയിൽ കയറാത്ത മാതിരിയാണ്. ആ നിലയിലേക്ക് പ്രിയപ്പെട്ടവരെ, ആളുകൾ ഒരു നസീഹത്ത് നഷ്ടപ്പെട്ടു പോകുന്ന കാര്യങ്ങളും ഇന്നിൻ്റെ സമൂഹത്തിൽ കാണാൻ കഴിയുന്നു. ഇതൊക്കെ ഓരോരുത്തരും അള്ളാഹുവിൻ്റെ പള്ളിയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന സമയത്ത് മനസ്സിലാക്കേണ്ടതാണ്. ആ നിലയിൽ അള്ളാഹുവിൻ്റെ പള്ളിയെ നാം തഅലീം ചെയ്യണം, അതേപോലെ തന്നെ നമ്മൾ ആദരിക്കണം. അതേപോലെ തന്നെ ആ പള്ളിയിൽ ഒരു വൃത്തികേടുമാക്കാതെ പള്ളിയിൽ പരമാവധി വൃത്തിയോടുകൂടി സൂക്ഷിക്കാനും നമ്മൾക്ക് സാധിക്കേണ്ടതുണ്ട്. ചില 1-2 സംശയങ്ങൾ കൂടി ചോദിക്കപ്പെട്ടിരുന്നു. ആ സംശയങ്ങൾ അതിനുത്തരം നൽകിക്കൊണ്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കും. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ബാക്കി ഞാൻ വിശദീകരിക്കുന്നതാണ്. വുളൂഇൻ്റെ സമയത്ത് ഓരോ അവയവങ്ങളും കഴുകുന്ന സമയത്ത് പ്രാർത്ഥിക്കേണ്ടതുണ്ടോ? അങ്ങനെ ചില പ്രാർത്ഥനകൾ, ചില ദിക്റുകൾ മുഖം കഴുകുമ്പോൾ ഒന്ന് പറയുന്നു, കൈ കഴുകുമ്പോൾ ഒന്ന് പറയുന്നു എന്ന പ്രാർത്ഥനകൾ സ്വഹീഹായ നിലക്ക് ഒരു ഹദീസിലും പ്രിയപ്പെട്ടവരെ അത്തരം പ്രാർത്ഥനകൾ വന്നിട്ടില്ല. നേരെ മറിച്ച് വുളു തുടങ്ങുമ്പോൾ ബിസ്മില്ലാ എന്ന് പറഞ്ഞുകൊണ്ടാണ് വുളു ആരംഭിക്കേണ്ടത്. വുളു കഴിഞ്ഞാൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന ആ പ്രാർത്ഥന നമ്മൾക്കറിയാം അല്ലേ. സ്വർഗത്തിൻ്റെ 8 കവാടങ്ങളും തുറക്കപ്പെടുന്ന രീതിയിലുള്ള പ്രാർത്ഥന വുളു കഴിഞ്ഞാലാണ് പിന്നുള്ള പ്രാർത്ഥനയുള്ളത്. അതല്ലാതെ വുളുഇൻ്റെ ഇടയ്ക്ക് ഒരു പ്രാർത്ഥന അല്ലാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല, സ്വഹീഹായ നിലയ്ക്കൊരു ഹദീസിൽ വന്നിട്ടുമില്ല. അതേപോലെ തന്നെ മനസ്സിലാക്കേണ്ടത് ബാങ്കിനും ഇഖാമത്തിനും ഇടയിലുള്ള സുന്നത്ത് നമസ്കാരത്തെക്കുറിച്ചാണെന്ന് സൂചിപ്പിച്ചത്. നാം അത് പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. സുന്നത്ത് നമസ്കാരങ്ങൾ, റവാത്തിബ് നമസ്കാരങ്ങൾ എപ്പോഴും ആളുകൾക്ക്, പുരുഷന്മാർക്ക് വീട്ടിൽ വെച്ച്, അഥവാ എല്ലാവർക്കും അത് വീട്ടിൽ വെച്ചാണ് നമസ്കരിക്കൽ ഏറ്റവും ഉത്തമം. വീട്ടിൽ വെച്ച് നിസ്കരിക്കല, റൂമിൽ വെച്ച് നമസ്കരിക്കല. വീട്ടിൽ വെച്ച് വുളൂ ചെയ്തുകൊണ്ട് റവാത്തിബ് നമസ്കരിച്ചുകൊണ്ട് പള്ളിയിലേക്ക് വരുമ്പോൾ ഓരോ കാലടിക്കുമ്പോൾ ആ കൂലി ലഭിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. സൗകര്യമില്ലാത്ത ആളുകളുണ്ടാകും, ജോലിസ്ഥലത്ത് നിന്ന് പള്ളിക്ക് വരുന്ന ആളുകളുണ്ടാകും. അവർക്ക് പള്ളിയിൽ വെച്ച് നമസ്കരിക്കാം, ഒരു തകരാറുമില്ല. അതിൻ്റെ അഫ്ളലാണ് വീട്ടിൽ വെച്ച് നമസ്കരിക്കൽ. ആ നിലയ്ക്ക് വീട്ടിൽ വെച്ച് നമസ്കരിക്കുന്ന ആ റവാത്തിബുകൾ എല്ലാ നമസ്കാരത്തിൻ്റെയും മുമ്പിലും ശേഷവുമില്ല. ഫജ്റിന് മുമ്പ് റവാത്തിബ് 2 ഉണ്ട്, ളുഹറിന് മുമ്പ് 2-2 4 ളുഹറിന് ശേഷം 2 പിന്നീട് മഗ്രിബിന് ശേഷമാണ് റവാത്തിബ് 2 ഇശാക്ക് ശേഷമാണ് റവാത്തിബ് 2 ഇതിൻ്റെ അപ്പുറത്ത് ചോദിക്കപ്പെടുന്നത് എല്ലാ ബാങ്കിനും ഇഖാമത്തിനും ഇടയിൽ സുന്നത്ത് നമസ്കാരമുണ്ടോ എന്നതാണ്. സ്വഹീഹായ ഹദീസിൽ കാണാം,
ലിക്കുല്ലി ആദാനൈനി സ്വലാ, ഓരോ ബാങ്കിനും ഇഖാമത്തിനും ഇടയിൽ നമസ്കാരമുണ്ട്. ഏത് ബാങ്കിൻ്റെയും ഇഖാമത്തിൻ്റെയും ഇടയിൽ നമ്മൾക്ക് 2 റക്അത്ത് നമസ്കരിക്കാവുന്നതാണ്. സുന്നത്ത് നമസ്കാരങ്ങളുണ്ട്, അതുകൊണ്ട് ആ നിലക്ക് നമ്മൾക്ക് നമസ്കരിക്കാം. അതുപോലെ പ്രാർത്ഥനയാണ്, ബാങ്കിൻ്റെയും ഇഖാമത്തിൻ്റെയും ഇടയിലെ പ്രാർത്ഥന. ബാങ്കിൻ്റെ പ്രാർത്ഥന ഞാൻ എൻ്റെ പ്രഭാഷണത്തിൽ ഞാൻ നിങ്ങളെ കേൾപ്പിച്ചതാണ്. അതിനുശേഷം ഇഖാമത്ത് വരെ എന്തും അള്ളാഹിനോട് പ്രാർത്ഥിക്കാം. ഉത്തരം കിട്ടുന്ന ഏറ്റവും മഹനീയമായ സമയമാണത്. ആ സമയം പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ബാങ്കിൻ്റെയും ഇഖാമത്തിൻ്റെയും ഇടയിൽ നമ്മൾക്ക് സുന്നത്ത് നമസ്കരിക്കാം. ഇവിടെ ളുഹറിന് മുമ്പ് റവാത്തിബ് പറഞ്ഞു, ളുഹറിന് ശേഷം റവാത്തിബ് പറഞ്ഞു, അസറിന് മുമ്പ് റവാത്തിബ് പറഞ്ഞിട്ടില്ല, അവിടെ ഇല്ല. അതുകൊണ്ട് ആ സമയത്ത് നമ്മൾക്ക് നിസ്കരിക്കാം. ബാങ്കിൻ്റെയും ഇഖാമത്തിൻ്റെയും ഇടയിലെ സുന്നത്ത് നമസ്കാരം നിർവഹിക്കാവുന്നതാണ്. മഗ്രിബിന് മുമ്പ് സുന്നത്ത് നമസ്കാരം നിർവഹിക്കാം. റസൂൽ പറഞ്ഞില്ലേ, സല്ലു ഖബ്ലൽ മഗ്രിബ്, സല്ലു ഖബ്ലൽ മഗ്രിബ്, സല്ലു ഖബ്ലൽ മഗ്രിബ് ഇൻഷാ. മഗ്രിബിന് മുമ്പ് നിങ്ങൾ നിസ്കരിച്ചോ നിങ്ങൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ നിസ്കരിക്കാം, നിസ്കരിക്കാതിരിക്കാം. അതുകൊണ്ട് ഓരോ ബാങ്കിൻ്റെയും ഇഖാമത്തിൻ്റെയും ഇടയിൽ ഇതൊക്കെ സുന്നത്തായ നമസ്കാരങ്ങളാണ്. അതേപോലെ തന്നെ ആ നിലയിൽ മനസ്സിലാക്കുക. പിന്നെ പൊതുവെ സുന്നത്തായ നമസ്കാരങ്ങളെക്കുറിച്ച് ഒരു ചെറിയ വിവരണം തന്ന് ഞാൻ അവസാനിപ്പിക്കും. അത് ഒരു വിശാലമായ വിഷയമാണ്. ഏത് രീതിയിലാണ് സുന്നത്ത് നമസ്കാരങ്ങളെ നാം കാണേണ്ടത് എന്ന്. സുന്നത്തായ നമസ്കാരങ്ങൾ 2 രീതിയിലുണ്ട്. ഒന്ന് മുത്ലഖായ സുന്നത്ത്, ഒന്ന് മുഖയ്യദായ സുന്നത്ത്. മുത്ലഖായ സുന്നത്ത് എന്ന് പറയുന്നത് ഒരാൾക്ക് എൻ്റെ റബ്ബിൻ്റെ മുമ്പിൽ എത്ര സമയം എത്ര നമസ്കാരം നിർവഹിക്കണമെന്ന് തോന്നിയാലും വുളൂ ചെയ്തുകൊണ്ട് അവൻ അള്ളാഹിൻ്റെ മുമ്പിൽ സുജൂദിൽ പോകാം. അത് മുത്ലഖായ സുന്നത്താണ്. അതിന് ഇന്ന കണക്കില്ല. എനിക്ക് തോന്നുകയാണ് എനിക്ക് എൻ്റെ റബ്ബിൻ്റെ മുമ്പിൽ ഇപ്പോൾ സുജൂദിൽ കിടന്നുകൊണ്ട് ഒരുപാട് പറയണം, പ്രാർത്ഥിക്കണം, നന്ദി കാണിക്കണം, അത് ചെയ്യാം. മുഖയ്യദായ സുന്നത്ത് അതാണ്, പരിധി വെച്ച സുന്നത്തുകളുണ്ട്. ആ നിലയ്ക്ക് ളുഹറിന് മുമ്പ് റവാത്തിബാണെങ്കിൽ അത് 4, 2 4 ചെയ്യാം. ഫജ്റിന് മുമ്പ് അത് 2, അതേപോലെ ളുഹറിന് ശേഷം അത് 2, അതേപോലെ മഗ്രിബിന് ശേഷം 2, ഇശാക്ക് ശേഷം 2. അങ്ങനെ പേര് പറയപ്പെട്ട, അതിൻ്റെ റക്അത്തുകൾ നിശ്ചയിക്കപ്പെട്ട, ആ എണ്ണം നിശ്ചയിക്കപ്പെട്ട ആ നിലക്കുള്ള സുന്നത്തുകൾ, ഇത് 2 ആ നിലക്ക് നമ്മൾ മനസ്സിലാക്കുക. സഹോദരന്മാരെ, ഇൻഷാ അല്ലാഹ് നമ്മൾക്ക് ആവശ്യമാണെങ്കിൽ ഈ പള്ളിയുമായി ബന്ധപ്പെട്ട വിഷയം സൂചിപ്പിക്കുമ്പോൾ നമസ്കാരത്തിലേക്കും ജമാഅത്ത് നമസ്കാരത്തിലേക്കും സുന്നത്ത് നമസ്കാരത്തിലേക്കും കടന്ന് ആ വിഷയം കൂടി നമ്മൾക്ക് ആവശ്യമാണെങ്കിൽ നമ്മൾക്കത് പഠിക്കാവുന്നതാണ്. അതല്ല നമ്മൾക്ക് മറ്റൊരവസരത്തിൽ സൂചിപ്പിക്കാവുന്നതുമാണ്. എന്തായിരുന്നാലും നിങ്ങളത് സൂചിപ്പിക്കണം ആവശ്യമുണ്ടെങ്കിൽ എന്നത് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ പഠന ക്ലാസ്സിനെ അവസാനിപ്പിക്കുന്നു. നാം പഠിക്കുന്നതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രാവർത്തിക രംഗത്ത് കൊണ്ടു നടക്കാനുള്ള തൗഫീക്ക് അല്ലാഹു തആല നമ്മൾക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും സംഭവിച്ചു പോകുന്ന തെറ്റുകളും കുറ്റങ്ങളും ഗഫൂറും റഹീമുമായ നാഥൻ നമ്മൾക്ക് പൊറുക്കുമാറാകട്ടെ. നാളെ പരലോകത്ത് വിചാരണയുടെ കോടതിയിൽ നമസ്കാരത്തിൽ രക്ഷപ്പെട്ടുകൊണ്ട് സ്വർഗം നേടുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വർഹംനാ ഇന്നക അൻത അർഹമുർ റഹീമീൻ വഗ്ഫിർ ലനാ ഇന്നക അൻത ഗാഫിറുൽ മുദ്നിബീൻ توفنا مسلمين والحقنا بالصالحين والحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.